മനുഷ്യക്ക് എല്ലാം ഇന്നിട്ട് എന്തും ഇല്ലാത്തതുപോലെ സമസ്യയുടെ മേലുള്ള സമസ്യയുണ്ട്. ടെൻഷൻ ചെല്ലുടെ മാറക്കറൂക പ്രതി ഒരു മനുഷ്യരുടെയും തലക്ക് പത്തിട്ടായിട ടെൻഷൻ. എപ്പോ നോക്കുമ്പോഴത്തേക്കും ടെൻഷൻ, മക്കും ടെൻഷന്, ബാലക്കാർക്ക് ടെൻഷന്, വയസ്സരങ്ക ടെൻഷന് അല്ലേ. ഒന്ന് ഹാർട്ടൊന്ന് ബ്ലോക്ക് ആവട്ടുള്ള ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ചെന്നൊരു ഡോക്ടർമാരെ മുട്ട കുമ്പോലോടുകൂടെ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തവർക്ക് ഡോക്ടർ കേൾക്കട്ടെ എന്തൊരു ടെൻഷൻ ഇന്തനക്ക് അല്ലേ. ഹാർട്ട് അറ്റാക്ക് ആയവർക്ക് പ്രതി ഒരുത്തരും ഡോക്ടർ കേൾക്കടത് നിക്കെന്തൊരു ടെൻഷൻ ഇന്ത്, എന്തിനാ ഉണക്ക് ടെൻഷന്, നിന്റെ ബാപ്പക്ക് എന്തൊരു ടെൻഷന്, നിന്റെ മാപ്പിളക്ക് എന്തൊരു ടെൻഷന്. ഫസ്റ്റ് കേൾക്കടത് എന്ത് ഭീരാന്ത് നിനക്ക് ഇന്ത്. അതിൽ പിന്നായിട്ട് ബാക്കി ട്രീറ്റ്മെന്റ് എന്തൊരു ടെൻഷന്. ബാലക്കാർക്ക് ടെൻഷന്, ബാലക്കാർക്ക് ടെൻഷന്, പെണ്ണുക്ക് ടെൻഷന്, ആണുക്ക് ടെൻഷന്, മക്കൊക്കെ ടെൻഷന്. ഭയത്തിക്കില്ലാത്ത ടെൻഷനല്ല, ഇടകു ഡ്രസ് ഇല്ലാത്ത ടെൻഷനല്ല, ഉറങ്ങുക ഇല്ലാത്ത ടെൻഷനല്ല, സഞ്ചരിക്കുക വാഹനം ഇല്ലാത്ത ടെൻഷനല്ല, ഇടകു ചെറുപ്പില്ലാത്ത ടെൻഷനല്ല. എല്ലാം ഇന്നിട്ടും എന്തോ ഒന്നവന്റെ തലടൊൽക്കത്തിൽ ഇങ്ങനെ കത്തിയോണ്ടും തിരിഞ്ഞോണ്ടിക്കിട്. തിരുസത്ത മുസ്ലിമേ, സമാധാന ചെല്ലുടെ ബസ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ ക്രിയേറ്റ് ആക്കടതല്ല. ബദലക്ക് ടെൻഷൻ ചെല്ലുടെ ബസ് ഞങ്ങൾ ക്രിയേറ്റ് ആക്കടത്. ടെൻഷൻ ഞങ്ങൾ ക്രിയേറ്റ് ആക്കണത്. സമാധാനം അത് നാച്ചുറൽ ആയിട്ട് മനുഷ്യന്റെ ലിക്കുന്നത്. അല്ലാഹു തആല സമാധാനത്തോടു കൂടെ ഈ പ്രപഞ്ചത്തിക്ക് പ്രതിവർത്തടയും കടത്തി. ടെൻഷൻ തുടങ്ങിയ ഞങ്ങൾക്ക് കുറെ കർമ്മഫലം ഞങ്ങൾ അനുഭവിക്കടേ. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മനുഷ്യരുടെ മാനസികമായിട്ടുള്ള സമസ്യക്ക് പരിഹാരമായിട്ട് മനുഷ്യരുടെ ടെൻഷൻ കൊറടിയാവുന്ന ഒരു തെരുവായിട്ട് അള്ളാഹുയുടെ പരിശുദ്ധ ഇസ്ലാം ദീൻ നമുക്ക് പഠിപ്പാട്ടൊരു ഒരു കാരണമുണ്ട്. അത് മാത്രം ചെന്നൊരു പഴക്കത്തേക്ക് വിരാമാക്കട്ട അല്ലേ. 7 ടിപ്സ് ഉണ്ട്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അത് പരിഹാരമാക്കുന്ന 7 ടിപ്സ്. ഈ 7 ടിപ്സ് എന്നാണ് ചെന്നൊരു പഴക്കത്തെ നീ പാട്ടേ. അത് സമൂഹത്തിൽ നിന്ന് കേട്ടിട്ട് ബായ്പാട്ടാക്കിയിട്ട് ഉണ്ടിൽ പിന്നെ ആ ട്രീറ്റ്മെന്റ് തുടങ്ങണം. നീ ഒരു 7 ട്രീറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പൈസ കൊടുക്കണ്ട, ഡോക്ടറെ കാണണ്ട, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അവിടെ അകത്തിയൊന്നുമില്ല, എന്തും അകത്തില്ല. ഈസിയിൽ അവിടെ ഒരു 7 ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് നിങ്ങൾ ആക്കിയാറുണ്ട്. കാരണം നിങ്ങൾ സക്സസ് ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ. പെണ്ണുങ്ങളെല്ലാം ഈ പളക്കം കേക്കിടണ്ട് പേടിച്ചോണ്ടോ ബൊബേഡ്ര മക്കളെ ഉള്ളവരുണ്ട് കണ്ടെങ്കിൽ ഔത്തുക്ക് വിളിച്ചോ പോറും. നിങ്ങൾ അവിടെ തെച്ചിട്ട് ബൊബേഡ്ര വേണ്ട. അപ്പോ നിങ്ങൾ നോക്കിയിടറോ മനുഷ്യരുടെ ടെൻഷനിന്ന് പരിഹാരം. മനുഷ്യക്ക് നല്ലതാക്കൊരു കഷ്ട ഇല്ല, ബെടക്കാക്കൊരു കഷ്ട ഇട്ടിക്കട്. നല്ല സൊറാക്കൊരു മനുഷ്യക്ക് കഷ്ട ഇല്ല, ബെടക്ക് സൊറാക്കൊരു മനുഷ്യക്ക് കഷ്ടമുണ്ട്. സുലഭത്തില് ബെടക്ക് സൊറാക്കൊക ആവില്ല. നിങ്ങക്ക് ഉദാഹരണത്തിന് നീ നേരെ ചെല്ലേണ്ടി പേരിച്ചോ, നേരെ ചെല്ലകൊന്നും കഷ്ടയില്ല, നേരെ ചൊല്ലക പേടിക്കണ്ട, നേരെ ചെന്നെങ്ങാറും ആക്ഷേപിക്കില്ല. ഇന്ന വിഷയത്തെ ഇന്നതുപോലെ ചെല്ലടെങ്ക് നേരെ ചെല്ലടെങ്ക് ഒരു ടെൻഷനുമില്ല, ഒരു കഷ്ടവുമില്ല. നേരെ ചെല്ലടെങ്ക് കഷ്ടയില്ല. കളവ് ചൊല്ലകു കഷ്ടമുണ്ടുള്ള, കളവ് ചൊല്ലകു കഷ്ടമുണ്ടു. ആ കളവിടെ നേരാക്കുക വേണോടെ പിന്നെയും 10 കളവ് ചെല്ലണാവിടും. കിട്ടിബോൾഡ് ചെന്നൊരു പേരിച്ച് ഇന്നും കളവ് സേർപ്പാട്ടനാവിടും. കളവ് ചെന്നൊരു ഗൊന്തായങ്ക കളവ് ചെന്നവണ്ടെ പിടിച്ച് അടിക്കട സാധ്യതീക്കറ്. കളവ് ചെന്ന കാരണത്തില് കുടുംബത്തില് പരസ്പര ഭിന്നത്തെ അവിടെ ചാൻസസിക്കട്. കളവ് ചെന്ന കാരണത്തില് നിന്റെ വിശ്വാസമേ നഷ്ടപ്പെട്ടു പോണ്ടു. കളവ് ചെല്ലകു കഷ്ടമുണ്ടോ നീ ഒന്ന് ആലോചനാക്കി നോക്കുവള. കളവ് ചെല്ലകു കഷ്ടമുണ്ടോ, എന്തിന് നീ ആ കഷ്ടത്തെ സ്വറാക്കണു? നേര് ചെല്ല്, നമ്പട്ടിക്കട്ട് നേരെ ചെല്ല്. എപ്പം കിട്ടിപ്പോളൊക്കില്ല, എപ്പോഴും പേടിക്കടക്കത്തില്ല നേരെ ചെന്നെങ്കിൽ. അതേപോലെ നിങ്ങൾ നോക്കിയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ തണ്ണി, പടച്ചറബ് ഹലാലാക്കിയ പാള്, പടച്ചറബ് ഹലാലാക്കിയ ബാക്കി കോൾഡ് ഐസ് ഐറ്റംസ്, അതേപോലെ ബാക്കി ഇന്ന് ജ്യൂസ് ഐറ്റംസ് അല്ലാഹു ഹലാലാക്കിയത്. ഏത് കൂടങ്കടിൽ പോയിട്ട് കേട്ടെങ്കും അത് കിട്ടറ്, ആറൗത്തിൽ പോയെങ്കും അത് കിട്ടറ്. ഏത് ജാതി ധർമ്മത്തെങ്ങ കേട്ടെങ്കും ഒരു ഗ്ലാസ് തണ്ണി തണ്ടാറ്. ഈ ഭൂമിയിൽ ഏജാകെ പോയെങ്കും ഒരു ഗ്ലാസ് അത് കിട്ട് തണ്ണി കിട്ടറ്. എന്തുല്ലെങ്കും പൊലടർക്ക് പോയി തിന്ന് കണ്ടെങ്കിൽ അവിടെ എങ്ങും കുടിക്കു തണ്ണി കിട്ടറ്.
പടച്ചറബ് ഹലാലാക്കിയ വസ്തു തിന്നകും കുടിക്കും ഈസി ആയിട്ടുണ്ടോ? കള്ള് കുടിക്കുക, കള്ള് തണ്ണി കുടിച്ചതുപോലെ അത് കുടിക്കൊക്കെ കള്ള് കിട്ടില്ല. തണ്ണി കുടിച്ചതുപോലെ കുടിക്കൊക്കെ കള്ള് കിട്ടില്ല. പാല് കിട്ടിയതുപോലെ കള്ള് കിട്ടില്ല. എല്ലാ അങ്ങാടിലും കുടിക്കൊക്കെ കള്ള് കിട്ടില്ല. പൊലടറുകളെ കള്ളിങ്ങനെ ഒൽകി പോണ്ട ക്രമയില്ല. അത് കതിരതായ ജാഗ്രത തേടി പിടിക്കണാവിടു. അവിടെ കട്ടിട്ടും മണിച്ച് തെച്ചിന് ഉൾക്കത്തുന്നവരോട് കാസ് കൊടുക്കണാവിടു. യാറ കാസ് കൊടുക്കണു. കൊടുത്തെങ്കിൽ മാത്രമല്ല കുടിച്ചിട്ടുണ്ട് കണെങ്കിൽ ഏതോ കണിലായി ഇന്നവിടെല്ല പോന്നു ചാവുകായത്ത്. എത്ര കഷ്ടമുണ്ട് മുസ്ലിമേ. കല്ല് കുടിക്കുള്ള കഷ്ട ചെറിയ കഷ്ടം തുമല്ല അല്ലേ? അള്ളാഹു ഹലാലാക്കിയ തണ്ണി കുടിക്കു സുലഭ, ഹറാമാക്കിയ കള്ള് കുടിക്കു കഷ്ട. അത്ര പരിണാമവും കഷ്ട. തണ്ണി കുടിച്ചങ്ങാറും നിന്റെ പറയുകില്ല. കള്ള് കുടിച്ചവണും മാപ്പിളക പിന്നേക്ക് വേണ്ട. കള്ള് കുടിക്കണോ മക്കൾക്ക് വേണ്ട. കള്ള് കുടിക്കണോ ഉമ്മക്കും ബാപ്പക്കും വേണ്ട. കള്ള് കുടിക്കണോ നിരക്കണോണക്ക് വേണ്ട. കള്ള് കുടിക്കണോക്ക് പെണ്ണ് കൊടുക്കില്ല. കള്ള് കുടിക്കണോട്ടേക്ക് വ്യവഹാരാക്കില്ല. കള്ള് കുടിക്കണോട്ടേക്ക് ചങ്ങായി പാടാക്കില്ല. കള്ള് കുടിക്കണ ഔത്തുകാറും പോണ്ടും ഇല്ല. ആർക്കും വേണ്ട ഈ കള്ള് കുടിക്കണോണോ. എങ്കും ഓണുക്കുള്ളി കള്ള് കുടിക്കണ എത്ര കഷ്ടമുണ്ടെന്ന് ആലോചനാക്കുവള അല്ലേ? കള്ള് കുടിക്കും എത്ര കഷ്ടമുണ്ട്. എന്തത് ബുട്ടെങ്ക് തണ്ണി കുടിച്ചെങ്കിൽ എന്താ അവിടെ നിൽക്ക്, ജ്യൂസ് കുടിച്ചെങ്കിൽ എന്താ അവിടെ നിൽക്ക്. അപ്പൊ തപ്പാക്കു കഷ്ടമുണ്ട്. അതേപോലെ നയിപ്പ് നോക്കുള്ള ഹലാലായ നയിപ്പുക്ക് കഷ്ടമില്ല. തെല്ലങ്ക് തെള്ളയാറെങ്കിൽ ആറെ കിട്ടിയത് അൽഹംദുലില്ലാ. ചെന്നിട്ട് മയ്യാവാത്തങ്ങളുടെ കക്കൊക്കെ പോയെങ്കിൽ കഷ്ടമുണ്ടോളാ. കക്കെടുത്ത് കഷ്ടത്തെ പണിയേറും കാണാണ്ട് തൈക്കോണു ഒഞ്ചതൈ കൊണാവിടും. അതൊക്കെ മേനോട് കാത്തു നിൽക്കൊണാവിടും. അതൊക്കെ മേനോട് ഐഡിയ കൊണാവിടും. കിട്ടിപ്പോതങ്ങ് അടി തിന്നോടാവിടും. ഇന്നും കിട്ടിയെങ്കിൽ ജയിലിക്ക് സേരണാവിടും. പിന്നെ നയിച്ച പൈസ കൊമ്പോയിട്ട് പോലീസുക്കും ലോയർക്കും കൊടുക്കണാവിടും. വർഷക്കെട്ടല്ല ജയിലിൽ മണ്ണ് തിന്നോണാവിടും. കട്ടെങ്ക് കക്കൊക്കെ പോയില്ലെങ്കിൽ തല വെച്ചാക്കണ്ട. കക്കൊക്കെ പോയിട്ട് ആറ് സുതാര്യവണുള്ള, കക്കൊക്കെ പോയിട്ട് ആറ് സമ്പത്തുണ്ടാക്കിറ. കക്കൊക്കെ പോയി ഔതിയത്ത് എത്ര കള്ളന്മാരെ ചന്ത കെട്ടിയറ്. കക്കടെ എത്ര കള്ളന്മാർ വാഹന ചന്തത്തെ വാഹനത്തിൽ ഇസ്സത്തിൽ ജീവന നടത്തുറാറ്. കട്ടവണ് ഇണ്ടും പെഞ്ഞൈ മക്കളെ ബൽത്തിട്ടുമില്ല. അവണുക്കും സമേതത്തിനിടെ ഗതിയുണ്ടുമില്ല. കട്ടവണ്ട അവസ്ഥ എങ്ങനെ അല്ലേ? കക്കരുത് കഷ്ട. കക്കാണ്ട് നയിച്ചതിനെടുത്ത് കഷ്ടല്ല. ഏത് തപ്പട നിങ്ങൾ എണ്ണി നോക്കിയുള്ളൂ. തപ്പാക്കരുത് കഷ്ട സൊറ. നല്ല സൊറാക്കു കഷ്ടമില്ല. ആക്ഷേപക്കെ കണ്ട ആരെ മാണമര്യാദ പോകില്ല. എന്തും ഇല്ല. ചന്തത്തിൽ ജീവൻ നടത്തി അത് വിട്ടിട്ടു വേണ്ടാത്ത പീസത്തങ്ങ എടുത്തോളുട. ഈ മൂല സമസ്യത്തിന് എല്ലാ കാരണവും അതാ ഇട്ടിക്കട്. മനുഷ്യന്റെ ടെൻഷനുക്ക് മൂല കാരണം അവണാക്കട തപ്പ്. അപ്പൊ എന്തരക്ക് പരിഹാരം എന്താ ഉള്ളത്? 7 പരിഹാര പരിശുദ്ധ ഇസ്ലാം നങ്ക പടിപ്പാട്ടിതണ്ട്. നങ്ക് തപ്പിൽ നിന്നിട്ട് എപ്പ നങ്ക് അതേപോലെ ദൂരാവുകാവുടാ. തപ്പിൽ നിന്നിട്ട് എപ്പ നങ്ക് ദൂരാകാവുകാവുടാ. അണ്ട് ഞങ്ങളുടെ ടെൻഷൻ കുറുടിയായിട്ട് ഉണ്ട്. കാരണ തപ്പിൽ നിന്നിട്ട് ഞങ്ങൾക്ക് എപ്പോ ദൂരാവുകാവുടാ. അതിൽ പിന്നെ ഞങ്ങൾക്ക് സമസ്യ കുറുടിയായിട്ട് ടെൻഷൻ കുറുടിയായിട്ട് ഉണ്ട്. കണക്ക് ആറുക തീറോ തപ്പ് നിന്നിട്ട് ദൂറാവുകോ. അത് ഈസിയുടെ പണി. കക്കെടുത്ത് നിപ്പാട്ടുകോ സുളഭത്തെ പണി. കക്കെടുത്ത് കഷ്ടത്തെ പണി. കളവു ചെല്ലെടുത്ത് കഷ്ടത്തെ പണി. കളവു ചെല്ല നിപ്പാട്ടത് സുളഭത്തെ പണി. കള്ള് കുടിക്കരുത് കഷ്ടത്തെ പണി. കള്ള് കുടിക്കാണ്ടിക്കരുത് സുലഭത്തെ പണി. ഗാഞ്ചത്തെ പിറകില് പോണ്ടത് കഷ്ടത്തെ പണി. അതേപോലെ ഗാഞ്ച ഇല്ലാണ്ട് മനുഷ്യന്മാരെ പോലെ സുന്ദരമായ ജീവനെടുത്ത് സുലഭത്തെ സ്വറാത്. അങ്ങനെ നീനാക്കട തപ്പട നിക്ക് എപ്പ പുടകാവുട. അപ്പൊ നിന്റെ ടെൻഷൻ ഇല്ലാണ്ടാവിടൂ. കാണ്ടില്ല മനുഷ്യന്മാരേ. പാലക്കാർ എപ്പോ നോക്കുമ്പോഴത്തേക്കും കുറെ പാലക്കാർ റോഡ് സൈഡ് തെച്ച് തലചെറിഞ്ഞോണ്ടിക്കിടത് കയ്യിലൊരു മൊബൈൽ പിടിച്ചിട്ട് എന്തോ ഒരു മാനസിക രോഗിയുടെ പോലെയായിട്ട് കിടന്നു ചുറ്റി നടക്കണത്. ഔത്തുക ബന്ധങ്ങും എന്തോ ഒരു ടെൻഷനിൽ ഇന്നത് പോലെ. എവിടേക്ക് പോയി എങ്ങും ഒരു നെമ്മതിയില്ലാത്തത് പോലെ. കുറെ പാലക്കാർത്തി പെണ്ണുമക്കും അങ്ങനെ കയ്യിലൊരു മൊബൈൽ കിട്ടിയാൽ പിന്നെ അവരുടെ ലൈഫ് ബദലാവണായത്. ഔത്തുല് പിന്നെ അറസ പറകു തുടങ്ങിയത്. ഉമ്മബാബുടെ അറസ പറകു തുടങ്ങിയത്. സമത്തില് തിന്നിട ക്രമയില്ല. സമത്തില് ഉറക്ക് പണ്ട ക്രമയില്ല. ആക്കടെ ജോബെല്ലാം കുണ്ടിത്താവുക തുടങ്ങിയിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല ലൈഫുള്ളൂ. എന്തോ ഒന്ന്
എവിടെ മാപ്പി തപ്പി വന്ന കോളായിട്ട് കിടന്നുള്ള സമസ്യ അതാറിട്ട് കണ്ടുപിടിക്കുക പോയതായിട്ട് കിടന്നുള്ള ടെൻഷന് അങ്ങനെ പരിചയായത് ഫോട്ടോ ഷെയർ ആയത് വീഡിയോ ഷെയർ ആയത് പരസ്പര സമ്പർക്കത്തെ മേൽ സമ്പർക്കം തുടങ്ങിയത് എപ്പോഴും അവളെ കൽബുളുള്ളമേ ഏതോ ഒരു ഫിരാദനായി അതേപോലെ അവന്റെ കൽബുളുള്ളമേ കയ്യിലൊരു മൊബൈൽ വെച്ച് ഏതോ ഒരു ബൊഗ്ഗിനായി ഇതിനെ പരസ്പര ആലോചനാക്കിയോണ്ടിക്കരുത് നയിപ്പ് വേണ്ട ഉമ്മ വേണ്ട ബാപ്പ വേണ്ട കുടുംബം വേണ്ട നിരക്കര വേണ്ട പള്ളി വേണ്ട ദീന വേണ്ട അകവും വേണ്ട ലൈഫ് വിലയില്ലാത്തതുപോലെ സർവസ്വം അവണേ സർവസ്വം ഓളെ ഈ രൂപത്തിൽ പടച്ചറപ്പ് പൊരുത്തപ്പെടാത്ത രൂപത്തിൽ നിന്ന് ഹറാമായ സംബന്ധവും ഹറാമായ ലിങ്കും ഹറാമായ ഓൺലൈൻ സമ്പർക്കവും ഇത് ടെൻഷന് അതുകൊണ്ടിട്ട് ഏതെങ്കിലും ഒരു പെണ്ണാവട്ടെ ആണാവട്ടെ നല്ല ആയതുണ്ടാ നല്ല പേര് കേട്ടതുണ്ടാ റബ്ബുടെ പൊരുത്തം ഉണ്ടാ ആ കാരണത്തില് ഉമ്മ ബാപ്പയുടെ പൊരുത്തം ഉണ്ടാ ആ കാരണത്തില് ഇസ്സത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ ഉത്തരതൈക്കട പോലത്തെ പരിസ്ഥിതി ഉണ്ടാ അല്ല 10 ആള് ഗുന്താങ് നല്ല പെണ്ണ് തൊന്തരയില്ല കണ്ടുകൊണ്ടിട്ട് നേളിയോള്ളാട്ട് ചെന്നിട്ട് ആരെങ്കിലും ചെല്ലുവറ നല്ല ചെറുക്ക പാലക്കാർ അൽഹംദുലില്ലാ നല്ല ചെറുക്ക അവനക്ക് പെണ്ണ് കൊടുക്ക കണ്ട പെണ്ണുക്ക് മെസ്സേജ് അടിച്ചുകൊണ്ടുള്ള തൊന്തരയില്ല നല്ല ചെറുക്കാണ്ട് ആരെങ്കിലും ചെല്ലുവറ ഇപ്പുറത്ത് കുറെ തലാക്കട ഒരു സമസ്യ ചൊല്ല ഭയങ്കാവല മാപ്പിള അവന് കൽപ്പിടും നല്ല ചെറുക്ക ചന്തത്തെ ചെറുക്ക നല്ല ശമ്പളം നല്ല സാലറി പെഞ്ഞയുടെ ബംഗാറ് പോലെ നോക്കിണ്ടിരുന്നു റായത്തിൽ ഏതോ ഒരു ആഫ്രിക്കത്തെ നൈജീരിയത്തെ ഒരു കുരങ്ങ് കിട്ടിത്തോളൂ കൂറു എന്തിത്തോളും മിസ് കോൾ അടിക്കും പിന്നെ മെസ്സേജ് ആക്കും ചാറ്റിങ്ങും മീറ്റിങ്ങും ഇൻസ്റ്റാഗ്രാമിലും അത് ഇതിലുള്ള പിന്നെ പരസ്പരം തുടങ്ങിയത് ഷെയർ ആവും കുറുക്കിയിടാവും ലാസ്റ്റ് ഈ സമ്പർക്ക റായത്തിൽ നിന്ന് ഫിനാദനായിട്ടൊട്ടിക്കുന്ന സമ്പർക്കം കൊന്തായിട്ട് അവണ് തലാക്കാക്കിയ പിന്നെ ഇത് ഗവങ്ങിലായിട്ട് മങ്ങിലായാൽ പിന്നത്തെ അവസ്ഥ ചെന്നിട്ട് കാര്യമില്ല അങ്ങനത്തെല്ലാം കൊറിയ ഇപ്പുറത്ത് കുറെ തലാക്കടെ ബിസ് സമസ്യ ಬಂತು ನಾನು ಪಂಚಾಯತಿಗೆ ಬದಿಚಿಟ್ಟಿನ ಹೋಯ್ತಿನ 7 ವರ್ಷದ ಲವ್ ಆಕಡೆ ಫ್ಯಾಮಿಲಿ ಜೋಡಿ 7 ವರ್ಷ ಆಯ್ತಲ್ಲ ಲವ್ ಆಕಡದು ಇಪ್ಪಲ್ಲ ಎಪ್ಪೋ SLCಗೆ മുന്നല്ല തുടങ്ങി ആ ബന്ധ കണ്ടവിടെ പല കബറെടുത്തും മെസ്സേജ് ആക്കിയെടുത്തും ഓൺലൈനും അത് 24 ചെന്നിട്ട് പ്രയോജനം ഭാരി പിരിസ ഉത്തരങ്ങ ചെന്നെങ്കും കേക്കൊക്കെ തയ്യാറില്ല അബ്ബ ചെന്നെങ്കും തയ്യാറില്ല ആറ് ലാസ്റ്റ് മങ്ങിലാക്കി തന്നില്ല നാണ് കാലത്തേക്ക് പള്ളിയെടുത്ത് ചാവിടാൻ ഇത്ര വിശേഷം 2 ഭാഗത്തിൽ തറപ്പറയില്ല ജണ്ടാളും ചാവുക്ക് പുറത്തേക്ക് വേണ്ട ചാവിടെ വേണ്ട റായത്തെ ഉസ്താദ്മാരെല്ലാം ചെന്നിട്ടുള്ള ഇനി ചത്രു മണ്ണിനിട വേണ്ട പോട്ടാ പറ എങ്ങനെ മങ്ങിലാവില്ല കൊടുക്കുറ പറഞ്ഞു മങ്ങിലാക്കി കൊടുത്തു ഒരു ആറായിരത്തി 8ാമത്തെ നാളിനുണ്ട് നക്കവണ മാപ്പിള വേണ്ടാണ് 8ാമത്തെ നാളിനുണ്ട് മങ്ങിലായിട്ട് നിക്കാക്കി കൊടുത്തിട്ട് 8ാമത്തെ നക്കവണ മാപ്പിള വേണ്ട നാണ് അവിടെ ഒതുക്കൊണ്ടില്ല അപ്പൊ ഇനി 7 വർഷത്തിൽ പിന്നെ എന്തിനാ നോക്കിയോളൂ എന്തിനാ പഠിച്ചോളുണ്ട് എന്തിനാ തെരിഞ്ഞോണ്ടേ തെരിഞ്ഞ ഇത്രയും അവിടെ തലക്ക് തേങ്ങേണ്ടത് ആരുടെ ഉത്തരക്കുമ്പോട്ട് കട്ടർക്കും വന്നത് ഇട്ടിട്ടുണ്ട് തലക്ക് തേങ്ങനെ ചീപ്പ് ഔണ്ടിൽ കീസുള്ളൊരു ചീപ്പ് സമയത്ത് തല ബാറൊക്കില്ല ഏതെങ്കിലും ബാർബർ ഷോപ്പ് പോയിട്ട് തല ബാറിയിട്ട് വേണ്ടേ വേണോ എല്ലാം ഉണ്ടല്ലോ എന്തുമില്ല അതുകൊണ്ട് ഉമ്മടെ ബാത്ത് വരുമ്പോൾ എന്തിനും അത് മാത്രം ഉണ്ടിട്ടിക്കുന്നത് അവർക്കാണ് അപ്പുറത്തോണ്ട് എക്സ്ട്രാ എന്തുമില്ല എവിടെ കട്ടതും ഡോങ്കിയാക്കതും ചങ്ങായി മർദ്ദം കിട്ടി നടക്കടേ ഇതിരി നല്ല ഹൈഫൈ ആയിട്ട് ചെറുക്കടെ ഹാൻസം ആയിട്ട് കാണുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു ചെറുക്കടെ അബ്ബക്കും ആവട്ടെ ബാപ്പക്കും ആവട്ടെ അജ്ജടജ്ജ പ്രയത്നം ആക്കിയിട്ടുണ്ട് കണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ചെറുക്കടെ നക്ക് മാപ്പിളാക്കി തറക്കും ഈ പ്രപഞ്ചത്തിൽ ആരെക്കൊണ്ടും സാധ്യമല്ല ചെന്നൊരു പേര് ചെല്ലും മങ്ങിലായിട്ട് ആയിൽ പിന്നെ ആയിട്ടിട്ട് അവൻ്റെ ഉൾഗത്തെ ബിസേന്ദ്രട് വന്ന് അവിടെ നോക്കുമ്പോൾ ഇങ്ങനത്തെ 10 വന്നിട്ടുണ്ടോ അവനക്ക് ലൈന് 1 2 ഒന്നല്ല 10 വന്നിട്ടുണ്ട് ഓള് ഭരിച്ചത് നൻ്റെ മാത്രം മെസ്സേജ് ആക്കട് നക്ക് മാത്രം വിരുസ കാട്ടേ ചെന്നു ഓണെങ്കിൽ ഇങ്ങനത്തെ 10 ബന്ധം ഡസൻ്റെ കാണാൻ യാറുണ്ട് അതല്ല പിന്നല്ല കൊന്തവിടെ മങ്ങിൽ ആയിൽ പിന്നെ ഇതെല്ലാം ഇങ്ങനെ ആയിട്ട് കുടുങ്ങിക്കൊണ്ട് എന്നാ ചെന്നല്ല കുറെ ബിസെല്ലാം ഓൺലൈനിൽ ഇന്നത്തെ കാലത്ത് ചെല്ലും പോലെ എന്തുമില്ല ചെല്ലുക സംഖ്യാവിടൂ അല്ല ഇന്നത്തെ പ്രപഞ്ചം അങ്ങനെ എന്തെങ്ങനെ എത്ര ഉണ്ട് ദുനിയാവുള്ളൂ ഞങ്ങളെ ദക്ഷിണ കന്നഡ ജില്ലകള് മംഗള അവിടെ കാണാറ് തലാക്കുണ്ടായോണ്ടുണ്ട് ഞങ്ങളെ റായത്തെ ബാപ്പന്മാർ ഞങ്ങളെ അജ്ജന്മാർ അജ്ജിമാർ പണ്ടൊരു കാലത്ത് മങ്ങിലായിട്ട് നിങ്ങൾ മരിക്കടോടത്തോളങ്ങ വെട്ടിക ഇന്നറ് പുള്ളി ചള്ളിയ അവിടെ തോള വെട്ടിക ഇന്നറ് അഭിമാനത്തിൽ ജീവനം നടത്തിയോണ്ടിന്നറ് മനുഷ്യരെ ഇണ്ടത്തെ മംഗളവും ദാമ്പത്യ ജീവനം എങ്ങനെയുണ്ട് കേട്ടെങ്ക ചോറുണ്ടിട്ട് പണ്ട് കൈകൾ പിന്നെ കൈ തോത്തിയോണ്ടിന്നത് തവളില് തുണിയില് തട്ടത്തില് ഇണ്ട് ടിഷ്യൂ പേപ്പർ ഇട്ടിക്കട് പണ്ട് ചോറുണ്ടോ വേണമായിട്ട് ഒരു പ്ലേറ്റ് എടുത്തെങ്കിൽ 10 പോണെങ്കിൽ 20 വർഷത്തോളം ഒരു പ്ലേറ്റ് ചോറുണ്ടിന്നൊരു കളയുന്നത് ഇണ്ട് ഒരുക്കത്തിൻ്റെ പ്ലേറ്റിൽ പിന്നൊരുക്ക തിന്നകില്ലത് വലിച്ചെറിയുക ആയിട്ട് യൂസ് ചെയ്യേണ്ട ത്രോ പേപ്പർ ആയിട്ട് പ്ലേറ്റ് ആയിട്ട് കിടണ്ട് പണ്ടൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കണ്ടെങ്കിൽ അത് മുദ്ദായിട്ട് ഞെപ്പായിട്ട് ഗുജിരിക്ക് കൊടുക്കണം അവിടെ തോണതിൽ ചായ കൊഴിച്ചോണ്ടിന്നൊരു കളയന്ത് ഇണ്ട് ഒരുക്ക കുടിച്ചെങ്കിൽ പിന്നെ വലിച്ചെറി എറിഞ്ഞു പൊട്ടത്
ഈ രൂപത്തിൽ പിഞ്ഞി ചെല്ലതും മാപ്പിള ചെല്ലതും ദാമ്പത്യ ജീവന ചെല്ലതും കുടുംബ ജീവന ചെല്ലതും യൂസ് ആൻഡ് ത്രോ ആയിട്ടുണ്ട് പരിവർത്തനായിട്. പടച്ചവനെ ഇതല്ല കാരണമാ അല്ലാഹു പൊരുത്തപ്പെടാത്ത സംബന്ധ, അല്ലാഹു പൊരുത്തപ്പെടാത്ത പരസ്പരം ടച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടാത്ത രൂപത്തിൽ ബന്ധ. ഈ കാരണത്തിൽ മനുഷ്യകണ്ട് മാനസികമായിട്ടുള്ള സമസ്യ തീരുകയില്ല. ടെൻഷന്റെ മേലെ ടെൻഷന് തുടങ്ങുന്ന കാരണം അതായിട്ടിക്കട്. എത്ര ആളുമാർക്ക് പഠിപ്പില്ലാണ്ടായത്, എത്ര ആളുമാർ ആക്ഷേപാക്കിയറ, എത്ര ആളുമാർ തുപ്പകു തുടങ്ങിയറ, എത്ര ആളുമാർ ഞങ്ങളെ വിഷയത്തിൽ അഡകാള് വീച്ചറ്. പൊതുവളക്കവരുടെ സന്ദർഭത്തിൽ അബ്ബായോണോ പെണ്ണട ബാപ്പായോണോ പരസ്പര 10 വട്ട ആലോചനാക്കട. ചെറുക്കങ്ങനെ ചെന്നിട്ട് അല്ലാഹുവേ ആരെങ്കിലും ചിലരുടെ അപ്പിത്തപ്പിട്ടും പെണ്ണട കൊടുത്തിരണ്ടാ, അവനക്ക് വേറെ കുറെ സംബന്ധം ഉണ്ട്, ബാഡ് ഹാബിറ്റ് ഉണ്ട്, അവനക്ക് പെണ്ണ് കൊടുത്തിരണ്ട. പിന്നെ റായത്തില് അവന്റെ അബ്ബവും മുമ്പിലെ സ്വഭാഗന്മാർ, ഉസ്താദെ മോണക്ക് ചെറുക്ക് പുതു സട്ടാവില്ല, എന്റെ സട്ടാവില്ല, തപ്പാട്ടെ ഉസ്താദ്, എല്ലാവരും തപ്പാട്ടെ, നന്റെ മോൺ അങ്ങത്തവണല്ലേ നല്ല ചെറുക്ക തപ്പാട്ടെ. തപ്പാട്ടിയത് ഭാഗ്യണ്ട് ചെല്ല്, അങ്ങ് അടിച്ചിട്ട് കൊള്ളാത്ത ഭാഗ്യം നിന്റെ, അത് ബാക്കിയുള്ളല്ലോ, അത് വലിയൊരു ബിസയുണ്ട് ചെല്ല്. തപ്പാട്ടിയും വലിയ ബിസയാകണേ, പെണ്ണ് കിട്ടില്ലെങ്കിൽ അത്ര പോയി നിന്റെ മോണക്ക് എന്ത് കതുക്ക് പെണ്ണ് കൊറിയങ്ങനെ പെണ്ണ് എന്ത് കൊണ്ടുണ്ട് ഉത്തര ചാക്കിരിക്കും ഒരാള് വേണം. അയിമക്കും അയാൾക്കും അകത്തിയ പെണ്ണുക്ക് മോണക്ക് മങ്ങിലാക്കാനും ടൗണുക്ക് അകത്തിയില്ല. എന്തൊക്കെ ഒത്തിരി ഇങ്ങ് കൈക്കാൽ പൊളിഞ്ഞിട്ട് മൂലക്ക് പൊളക്ക് തുടങ്ങിയിട്ട് അറിയിക്കും നിങ്ങളെ ചാക്കിരിക്ക് ഒരു പെണ്ണ് പെണ്ണ് അങ്ങനെ മോണക്ക് മങ്ങിലാക്കാൻ സ്വർത്തക്ക് പെണ്ണ് കൊടുത്ത് നിങ്ങൾക്ക് ശമ്പളം കൊടുക്കണ്ടേ. അങ്ങനെ പെഞ്ഞയായിട്ട് ഒരു പെണ്ണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശമ്പളം കൊടുക്കടക്കത്തില്ല. അങ്ങനെ ചോറ് കഞ്ഞ മണ്ണ് തിൻ്റെ ഒത്തിരി കിടല്ലേ ചെന്നിട്ട് പിന്നെ ബുട്ടർ പോവലല്ലേ പെണ്ണ്. അങ്ങനെ ചെന്നിട്ട് ഭരിച്ചിട്ട് കുറെ മങ്ങിലാക്കെടുത്ത്. ഇതെല്ലാത്തുക്കും ഔത്തിൽ നിന്ന് കുടുംബത്തെ ടെൻഷനിക്കുന്ന പ്രമുഖ കാരണം ഏതുമാവട്ടോ. ടെൻഷൻ ഇല്ലാട്ടാവു പരിശുദ്ധ ഇസ്ലാം പടിപ്പാട്ടി തന്റെ ഒന്നാമത്തെ തെറു. നിങ്ങക്ക് എപ്പം ആ തപ്പിൽ നിന്നിട്ട് ദൂരാവുകാവുടാ. അങ്ങനെ ദൂരായത്തിന് കണ്ടെങ്കിൽ ടെൻഷൻ ദുർഭാഗ കൊറുടിയായത്ത്. രണ്ടാമത്തേതാ ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് ക്ഷമിക്കുകയെന്ന നിങ്ങൾക്ക് സബറെടുക്കുകയെന്ന മനോസ്ഥിതി ഉണ്ടാ. ആ കാലത്ത് നിങ്ങൾക്ക് ടെൻഷൻ കുറുടിയായിട്ട് ഉണ്ട് കണക്ക്. നിങ്ങൾ നോക്കിയുള്ളൂ ഇണ്ടത്തെ അവസ്ഥ നോക്കിയുള്ളൂ. കിട്ടിയേക്കും പിടിച്ചേക്കും മനുഷ്യന്മാർക്ക് ക്ഷമ മനോഭാവന ഇക്കിടേ ഇല്ല. എന്തെങ്കിലും ഒരു ബിസയെ കിട്ടിയമൈ തുള്ളിട്ടായിട്ട്. അതേപോലെ മനുഷ്യരെ പരിശുദ്ധ ഇസ്ലാം പടിപ്പാട്ടര നീന് തീരത്ര സബുറിന്നാളാവണോ ദുടുക്കട സ്വഭാവം ഉണ്ടാവുക തീരാ. ഇണ്ട് നോക്കിയുള്ളോ ദുറോഡ് സൈഡിലുണ്ട് ഞങ്ങളെ എച്ചനും സാലുമാറ മുസ്ലിം ഉമ്മത്ര ആറത്തെ അവസ്ഥ എന്തിനുണ്ട് തരിയണ. ഒരു സൈഡിലെ ഞങ്ങൾ ഒരു പൊട്ട് ഹോട്ടലിൽ നിന്നെങ്ങുമായി ഗുജിരി ടാക്സി മൂത്തോട്ട് പിന്നെ റിക്ഷ മൂത്ത പൊളിഞ്ഞത് ഓരോരുത്തരെ പിത്തിൽ നിന്നെങ്ങുമായി ഏതെങ്കിലും ഒരു മോരിയ കട്ടമാ കാണുക പുരുഷത്തില്ല. അവിടെ ഒരു നാളാള് ദിച്ചത്ത് തുടങ്ങിയത് 6 എണ്ണക്ക് വേണമായിട്ട് എനിക്ക് തീരെ കണ്ണ് കാണാത്ത കുരുടക്കൂട്ടത്തിലുള്ള 95 വർഷമൊക്കെ കഴിഞ്ഞിട്ടും നടക്കുക തീരാത്ത നടു പൊളിഞ്ഞിട്ടിന്റെ കിളവും ആ കൂട്ടത്തിലുള്ള. അതേപോലെ കാത് കേൾക്കാത്ത പൊട്ടവും അതിലുള്ള കാത് കേൾക്കാത്ത കിവിടവും ആ കൂട്ടത്തിലുള്ള. എന്തും വേണ്ടാത്ത ഔത്തുകും മാറി റായത്തുകും മാറി പള്ളികും മാറി ആയിട്ട് ഒരു വർഗ നയിക്കൊക്കെ പോകുമാവില്ല. പിന്നെ അവന്റെ പണിയാ ഏതും കുർഫാത്ത് കട്ടൽ വെച്ചിട്ട് 6 എണ്ണുക തുടങ്ങിയത്. ആരെങ്കിലും ഒരാൾ അങ്ങടിക മന്നമ്മയോടെ തലടക്കാളു തോള ഇന്ന് 1 kg സമയത്ത് ഇറച്ചി ബാക്കി പോയിക്കാണ്ട് തിന്നുക തുടങ്ങിയ. അങ്ങനെ ആള് വന്നിട്ട് ഇന്നൊരാള് പോയിട്ടുണ്ട് കണങ്ങ അപ്പോഴും തുടങ്ങി തവണ്ട എണ്ണകു. പരിചയം ഇന്നെങ്കും പരിചയം ഇല്ലെങ്കും കണ്ടങ്ങളെ കിട്ടിയതെല്ലാം നോക്കിയിട്ട് എന്നോട് പോലത്തെ സ്വഭാവശൈലി കുറെ ആളും മാറ്. ആ കൂട്ടത്തിൽ ബയസരങ്ങമേയാറ് അല്ലേ കുറുപ്പാത്ത് കട്ടലിൽ കിടന്ന് എച്ചിന് ബയസരങ്ങ അത് ബേജറാക്കാൻ ഒരു മെസ്സേജ് ഉണ്ടല്ലേ. എല്ലാ റായത്തും അങ്ങനെ കണ്ടു. ഒരു റായ ഉണ്ട് നിങ്ങളെ ഗൊന്തിക്കു. ആ റായ ദക്ഷിണ കന്നഡ ജില്ലയിലെ ഒരു റായ. അവിടെ സാധാരണ 1 കിലോമീറ്റർ ഉണ്ട് ആത്രയുടെ ഈ തലത്തിലുള്ള റോഡ് ഫുള്ള് 2 സൈഡിലും മുട്ട 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 മുട്ടാക്ക. എല്ലാവരും ഒരു 3 ഔത്തുക്ക് 4 ഔത്തുകട ഔത്തര പോലെ ഒരു സീറ്റ് ഔട്ടിൽ ഒരു പൊളിക്കട്ട വെച്ച് അല്ലെങ്കിൽ ആ പണ്ടത്തെ ഇതുണ്ടല്ലോ എന്തിനാ കരണ്ട് കമ്പ ഏട്ടൻ അടിക്ക് ജണ്ട് എന്തെങ്കിലും കോളി വെച്ചിട്ട് ആ ജണ്ട് എന്തെങ്കിലും കല്ല് വെച്ചിട്ട് അതിങ്ങനെ ആസിപ്പിട്ടിട്ടിക്കടേ. അങ്ങനെ ഈ തലയുടെ ആ തലക്ക് പോകുമ്പോൾ ഒരു കോറിൽ 100-150 ആളും മറിക്കോ. എന്തിനാ ഈ CC ക്യാമറ വെച്ചിട്ട് 6 പോണ്ട് പോലോട് കൂടെ ചിന്തിച്ചിട്ട് ചിരിക്കൊക്കെ തുടങ്ങി എണ്ണൊക്കെ തുടങ്ങി. ഓണ് കാളില്ല ബാക്കി ഓണക്ക് കാളില്ല. പിന്നെ എത്ര കാളുടെ ഉಗುರು പോയിട്ട് അവൻ നോക്കിയിട്ട് ഓണി ചിരിക്കട്ടെ കാളില്ലാത്തവൻ. ഓന്റെ 2 കണ്ണും പൊട്ടിയത് അവന്റെ ഒരു കണ്ണൊക്കെ തല ദൃഷ്ടി കൊറിട്ട് കർണാടക പേജുള്ള അവന്റെ പിടിച്ചിട്ട് ഓണി എന്നിട്ട് 2 കണ്ണും കാണാത്തവൻ.
ഓടുക നടക്കുക നാളെ ബെത്ത വേണോടും അവൻ ഒരു ബെത്ത പിടിച്ച് കൊണ്ടുകൊണ്ട് ഓണി എന്നിട്ട് നാളെ ബെത്ത പിടിച്ചിട്ട് പോണ്ടേ. ഇത് മനുഷ്യയുടെ അവസ്ഥ. എങ്ങനെ ഉത്താറ അവിടെയുള്ള പറയാ ಇನ್ನೊರ್ತರ ಎನ್ನಡದು ನಿಪ್ಪಾಟೋನು ಎಂದಿಗೂ ಎನ್ನಡ നീനൊന്ന് സമ്മത്തിൽ നിന്റെ തലയുടെ കാല് തോളൊന്ന് നോക്കൂട. നീനങ്ങനെ ഉള്ള ചെന്നിട്ട് നീനാക്കട സ്വറങ്ങത്തത് ഒന്ന് എണ്ണി നോക്കൂട. നിന്റെ ഉത്തരങ്ങാക്കട സ്വറേന്ദ്ര എണ്ണി നോക്കൂട. നീ തെച്ചിട്ടൊന്ന് കണക്കാക്കൂ. ഒരു പേപ്പറിൽ എഴുതി വിടും. നാണ് നിന്റെ സൗത്തിൽ ഇങ്ങത്തെ നിന്റെ നടതര് ഇങ്ങത്തെ നാണ് ഇന്നത് നോക്കിര ഇന്നത് ചെന്നര ഇന്നത് ആക്കിര ഇന്നത് തിന്ന പാട്ട ചെന്നുകൊണ്ട് എണ്ണി നോക്കൂട. ബാക്കിടങ്ങളെ കുറുപ്പാത്തിനിടെ പോലത്തെ സ്വഭാവ ശൈലി. അതേപോലെ തിരുസത്ത മുസ്ലിമേ, നിന്റെ ഒരാള് ആരെങ്കിലും എണ്ണിയാണ്ട് കണ്ടെങ്കിൽ, നിന്റെ ഗീബത്ത് നമീമത്ത് ഫിത്ന ഫസാദാക്കിയാണ്ട് കണ്ടെങ്കിൽ, അവന്റെ പോയിട്ട് കേൾക്കണത് തനിഖയാക്കണത്. നീ നന്റെ ഇങ്ങനെ ചന്ദ്രളോ ഒക്കളാ ചന്ദ്ര പോയിട്ട് അവന്റെ കേൾക്കണത് തനിഖയാക്കണത്. ഇല്ലാത്ത സമസ്യല്ല വലിച്ചു പൊടുന്നത്. പിന്നെ അതിന്റെ പേരിലായിട്ട് ഗലാട്ട് അടിപിടിയും കത്തിയും കുത്തും കേസും കുളുമാള് ചില്ലറ വിഷയത്തിൽ നിൽക്കകത്തില്ലാത്ത വിഷയത്തിൽ നിന്റെ ഒരാള് ഗീബത്ത് ചെന്ന നമീമത്ത് ചെന്ന ഫിത്നാക്കിയ ഫസാദാക്കിയാണ്ട് പേരിച്ചോ. എന്തും നിന്റെ തലയിൽ തെച്ചിട്ടല്ല സൊറാക്കിയത്, നിന്റെ ഫസാദാക്കിയത്, നിന്റെ വിഷയത്തിലെ കളവ് ചെന്ന് നിന്റെ തലയിൽ തെച്ചിട്ടല്ല, നിന്റെ കുഞ്ചിൽ തെച്ചിട്ടല്ല, നിന്റെ നെഞ്ഞിര മേളിൽ നിന്നിട്ടല്ല അവണ് ചെന്നാറ്. അവണും അവിടെ റബ്ബും നോക്കിട്ട് റബ്ബേ നാണെന്തും കേക്കൊക്കെ പോണ്ടില്ല നക്കെന്തേച്ച് നീ പേരിക്കടേ. അത് പേരിക്കില്ല അല്ലേ? കുറെ ആരെങ്കിലും ചെന്ന കൊഞ്ഞച്ച് തുള്ളിട്ടായിത്ത് മണ്ണിട്ട് പോട്ടില്ല ചിലർ ഒരു ഭാവന കൽബുളി എപ്പോ ബണ്ട്. അപ്പൊ നിനക്ക് ടെൻഷൻ ഇല്ല. ജാവു കുറമ്പത്ത് ടെൻഷൻ ചൊമ്മാൾ മാർഗേന്ദ്രേ പെഞ്ഞി മക്കൾ എങ്ങനെ നോക്കൂടെ, നയിക്കരെ എങ്ങനെ കാസാക്കട എങ്ങനെ ഉണ്ടല്ലേ. അവണ് നന്റെ അങ്ങനെ ചെന്നോളൂ സ്വഭയാവട്ടെ കണ്ടുപിടില്ല. നാണ് ഹജ്ജിക്ക് പോണ്ടേ ഹാജിയാർ നാണിപ്പൊന്നും ഉണ്ടില്ല. ഹജ്ജിക്ക് പോകല്ല ടിക്കറ്റെല്ലാം റെഡി ആയിട്ടായിട്ട് ഹജ്ജിക്ക് പോകുവാനായിട്ട് മൗലതെല്ലാം ഓതിട്ടെല്ലാം റെഡി ആയിട്ട് ചോറെല്ലാം കൊടുത്തിട്ടായിട്ട് നാളെക്കാൾ ഹജ്ജ് പോണ്ടേ. ഒന്ന് ഹജ്ജിക്ക് പോയിട്ട് ബന്നോട്ടെ അവിടെ കാള് പൊളിച്ചില്ലെങ്കിൽ എന്നിട്ട് മീസ ഗീസോണു. ഹജ്ജിക്ക് പോയിട്ട് ബന്നൽ പിന്നല്ല പരിപാട്ടറുണ്ട്. ഓൺ ഹജ്ജിക്ക് പോണ്ടല്ലേ ഓൺ അതിന് ഹജ്ജിക്ക് പോണ്ട കാണാൻ ഏതെങ്കിലും ഒരു ബീച്ചൊക്കെ പാർലർക്ക് പോയിട്ട് പറയുക. ഇത് മനുഷ്യയുടെ അവസ്ഥ. ഈ ടെൻഷൻ തീരോക്കില്ല. അവൻ ഹജ്ജ് തവാഫാക്കുമ്പോ കാണ്ടേ പോണ്ടേ അവൻ്റെ ആറാ എപ്പോ മേന്ദ്രമ ചെന്നറുള്ള ಅದಕ್ಕೆ വേണ്ടിട്ട് പോണം. അതിന് ടെൻഷൻ ജാവുക്ക് വറക്ക പണ്ടില്ല സ്വഭയത്തുള്ള ടെൻഷന്റെ മേലിൽ ടെൻഷൻ. എന്തിനാ നന്റെ ചെന്നാണ് നിക്കെന്തെന്നാക്കി നിന്റെ നെഞ്ഞിൽ തെച്ചിട്ട് ചെന്ന ചവിട്ടി ദൂരം ഇട്ട് വില ബിസിയാക്കട്ടെ. എവിടെമോ റോഡ് സൈഡിൽ അങ്ങാട്ട് സൈഡിൽ നിന്റെ ചെന്ന് നിക്കെന്തളബ്ബ നിന്റെ ശരി നിന്റെ നെഞ്ഞി പിന്നെ ബോറുടെ 10 പാട്ടിയാണ് ചെന്നിട്ട് എന്തെങ്കിലും ക്ഷമിക്കട മനോഭാവ വേണോ, ക്ഷമിക്കട മനോഭാവ വേണോ. അതേപോലെ ഫിർസത്ത മുസ്ലിമേ, ആറ് എന്ത് ചെന്നെങ്കും എന്താക്കി തീണ്ട് കണ്ടെങ്കും പുട്ടുപുട്ട് പോലത്തെ മനോഭാവ വേണോ. സാറില്ല എന്ത് വേണമെങ്കിൽ ആക്കട്ടെ. നിന്റെ പറഞ്ഞാണ്ട് പേച്ച് സാറില്ല നിക്ക് ഉത്തര കൊടുക്കുക പോകണ്ട. നിക്ക് അകത്തില്ലാത്ത വിഷയത്തില് ഗലാട്ടാക്കുക പോണ്ട. അകത്തില്ലാത്ത വിഷയത്തില് ആറാറ് വിഷയത്തില് കുറെ റായത്തില് ഗലാട്ട് അങ്ങാട്ടെ ശരീന്ദ്രമോ ഗലാട്ടായോണ്ടുള്ളൂ. പളക്കത്തുക്ക് പളക്കായോണ്ടുണ്ടു. ഓണിയടയിൽ പോയിട്ട് ശരി എന്തുള്ള വിഷയാണ്ട് കേൾക്കുക പോയാ കേട്ടു പോയിട്ടാമത്തോണ്ട് നിക്കെന്തുകളാണ്ട് കേട്ടാ പിന്നെ തുടങ്ങി ഗലാട്ട ഓണുകും ഓണുകും കുറെ റായത്തിൽ അങ്ങനെ കുറെ ഗലാട്ട എന്തിനാ ഓണക്ക് എന്തുകൊണ്ട് ആളുകിന്ന ആറാ ജനറൽ പളക്കവരോട് പോയിട്ട് എന്തുള്ള വിഷയാണ്ട് കേൾക്കാൻ വിട്ടു ആട്ട് ഒത്തത്തിൽ BP ആറിന്നോണം നിക്കെന്തുകളാണ് കേട്ട പിന്നെ തുടങ്ങി ഓണുക ഓണു ഗലാട്ടെ ഓണ് എന്തൊക്കെ പോയിട്ട് വെറുതെക്കും പോയിട്ട് എന്തെങ്കിലും ആ ഗലാട്ടെ ഒരു സംബന്ധവും ഇല്ല. വെറുതെ പോയിട്ട് കിട്ടി വന്നൊരു അടി എത്ര ചത്തതുണ്ട് അങ്ങനെ ആറാറ് വിഷയത്തിൽ പോയിട്ട് കുടുങ്ങിയത്. ഇങ്ങനത്തതല്ല വിട്ടുപെട നമുക്ക് അകത്തില്ലാത്ത വിട്ടുപെടും. നങ്ങ് കൂട്ട് വളക്ക വരട്ട് ജോറ് വളക്ക വരട്ട് കലത്ത് വരട്ട് തൂങ്ങിട്ട് ചാവിട്ടു നങ്ങൾക്ക് എന്താ ചെയ്യുന്നത് വിട്ടുപിടുവിള. അപ്പൊ നിനക്ക് ടെൻഷൻ ഇല്ലാണ്ടാവിടും. ടെൻഷന്റെ സുലഭത്തെ തിരിച്ചോണ്ടേ ഇത് മാത്രം മനുഷ്യ മാത്രം ജന്മത്തിൽ പൂടോക്ക് തീരാത്തത്. ഈ ഗീബത്ത് നമീമത്ത് നേര് ചൊല്ലക്ക് വേണമെങ്കിൽ ചെല്ലത് വേണമെങ്കിൽ മനുഷ്യ പൊടുക. കളവ് ചൊല്ലത് മനുഷ്യക്ക് പൊടുകാവൂല്ല. ആറാറ് ഇറച്ചി തിന്നെടുത്ത് മനുഷ്യക്ക് പൊടുക സാധ്യമേ ഇല്ലാത്ത വിഷയ അത് അല്ലേ. എല്ലാത്തിലും നാണ് നല്ലോണം ബാക്കി സുമാറിന്റെ പേരിക്കട പോലത്തെ മനോഭാവ. അതേപോലെ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാം ചെല്ലട് നിക്ക് അറുസ പണ്ട സമയത്തിൽ നിക്ക് അറുസത്തെ നിയന്ത്രണാക്കുകാവൂടാ. നിന്റെ ടെൻഷൻ കൊറടിയായിട്ടുണ്ട് കണക്ക് മോണേ. അറുസത്തെ നിയന്ത്രണാക്കുക തീരണോ. ധൈര്യവന്ത ആറ് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് ചൊല്ലി നബിയേ യുദ്ധാക്കിടത്തിൽ വിണ്ണാവിടവണല്ല ശക്തിവന്ത നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിൽ വിണ്ണായവണല്ല ധൈര്യവന്ത ധീര ഇന്ന മനുഷ്യ
ജണ്ടാള് ഗലാട്ടാക്കದ ಸಂದರ್ಭ ഒരാള് സോക്കണു ഒരാള് വിണ്ണാവണോ അത് ആകസ്മിക അപ്പുറത്തവണാവുകുമായി ഇപ്പുറത്താവണുകുമായി അതല്ല ധീരത്തെ ചെന്നെങ്കിൽ സ്വന്ത അറുസബണ്ട സന്ദർഭത്തിൽ കൺട്രോൾ ആക്കിടവണുള്ളല്ലേ അവന്റെ കാണബിലൊരു ധീരത്തെ ഇന്ന മനുഷ്യ ഈ പ്രപഞ്ചത്തിൽ വേറെ ഇല്ല ചെന്നിട്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ഇന്ന് നോക്കോളാ മാപ്പിള പെഞ്ഞയ്ക്ക് സമയമില്ല അപ്പമക്കൊക്കെ സമയമില്ല ഇളങ്ങമൂത്തങ്ങൾക്ക് സമയമില്ല നിരക്കരടങ്ങൾക്ക് സമയമില്ല കുടുംബത്തേക്ക് സമയമില്ല മരിച്ചങ്ങും സമയത്ത് നോക്കുക തീരാത്ത പോലത്തെ അറുസ പക മനുഷ്യര് എന്ത് ബിസിയാണ്ട് ചേരണ ചില്ലര ക്ഷുള്ള കബിസയ ഒരു കാരണവും ഇല്ലാണ്ട് ഒരു കാര്യവും ഇല്ലാണ്ട് ആക്കിയകളാട്ടെ ഉദാഹരണത്തിന് ചെല്ലട്ടാ ചെമ്മേളുമാറ് ഔത്തുളു നിർസ ബണ്ടര് ചെമ്മാളുമാറ് ഔത്തുളു നിർസ ബണ്ടര് പെഞ്ഞയ്യാക്കിടെ ചില്ലര ബിസിയത്തില് മക്കാക്കിടെ ചില്ലര ബിസിയത്തില് ഇളങ്ങ മൂത്തങ്ങാക്കിടെ ചില്ലര ബിസിയത്തിലായിട്ട് കിടയാറയും മറുസബൻ പറകു തുടങ്ങണത് കേക്കട്ട ബിർസത്തെ മുസ്ലിമേ നിന്റെ പെഞ്ഞ ഈ ചോറാക്കിയള് അല്ലെങ്കിൽ കറിയാക്കിയള് തെല്ലു ഉപ്പ് കൊറടിയായിട്ട് മാപ്പിളാവണ പൊട്ടിത്തെരിക്കൊകു തുടങ്ങടാ അല്ലേ പെഞ്ഞി കറിയാക്കിയിട്ട് ഉപ്പ് തെല്ല് കൊറടിയായിട്ട് മാപ്പിളാവണ പൊട്ടിത്തെരിക്കൊകു തുടങ്ങി അർസത്തിൽ ഉപ്പ് നിക്ക് സന്നി വീരുടാ നീ ഫസ്റ്റ് കറിയാക്കടമോ നീ എന്താ ഉപ്പ് യാരോടൊക്കെ തീരലാൻ ഈ ഗലാട്ടാക്കടത്തിന് ബദലുക ഒരു ചമച്ച ഉപ്പ് കൊമ്പന്നതിന്റെ കരിക്ക് വിത്തിരി കലക്കിയെങ്കിൽ സമസ്യ തീരരുത് ചായക്കിടെ കൊമ്പന്നതൊക്കെ ഉപ്പ് തെല് കൊറടിയായിട്ട് അപ്പൊ തുടങ്ങിയത് മാപ്പിളാവണ്ട പൊട്ടിത്തെറിച്ച് എടുത്തെറിഞ്ഞ ചായയുടെ ഗ്ലാസിൻ്റെത് ഇല്ലെങ്കിൽ ബായിക വന്നത് അവളെല്ലാം കാന്താണ്ടതല്ല വലിച്ചിട്ട് പറയുക തുടങ്ങിയ എന്തിനു ബിസയാ ഒരു ചമച്ചത്തില് പന്തര കൊറടിയായിട്ട് അടുപ്പിടുള്ള കിച്ചണ് കൊന്നു പോയിട്ട് ഒരു ചമച്ച പിന്നെ പന്തര കൊമ്പന്നിട്ട് ചായ കിട്ടിട്ട് കലക്കിട്ട് കുടിച്ച തീരെ ബിസയമേ ഉള്ളേ അല്ല എത്ര ഉള്ളേ ടോയ്ലറ്റ് ബാത്റൂമൊക്കെ പോയിട്ട് വന്നത് നാറിയത്ത് പറച്ചലോട് കൂടെ പറച്ചള് നിനക്ക് കണ്ണ് കാണില്ലേ നിന്റെ കൈ പൊളിഞ്ഞിറ നിക്ക് അതൊന്നൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നാലെ വീത്തൊക്കെ ചെന്നിട്ടു ഓണും തെളിവുണ്ട കൈക്കാളൊന്നും പണയത്തേക്ക് വെച്ചിട്ടില്ല ഫൈനാൻസിലൊന്നും ഉണ്ട് കയ്യിലെ തടിയിലെ ഉണ്ട് കൈക്കാള് ഒന്നും ബാത്റൂമൊക്കെ പോയപ്പോൾ ബക്കറ്റ് തന്നെ വീത്തത്തില്ല അതേ പിന്നാലെ വീത്തി തീന്ത സമസ്യ ശരി വിഷയ ഔത്തുള്ളതിലൊക്കെ ആട്ടമുണ്ട് ഗലീജുണ്ട് ചേറുണ്ട് പിത്തലത്തിലൊക്കെ ആട്ടമുണ്ട് എന്താ ചാങ്ങനന്തരമുണ്ട് അതൊക്കെ പെഞ്ഞാട്ടൊട്ടിക്ക് തുളുടെ പത്തലേക്ക് ഓണത്തിൽ കൊട്ടെടുത്തിരുത്തല അപ്പുറത്ത് എടുത്ത് പുട്ടുണ്ട് കാരണം തീരെ വിഷയ ഇങ്ങനെ ചില്ലറ പൊട്ടു വിഷയത്തേക്ക് എന്തിർത്ത് ഒരു അകത്തിയില്ലാത്ത പൊട്ടു വിഷയത്തേക്ക് വേണമായിട്ട് പെഞ്ഞിട്ടൊട്ടിക്ക് കലട്ട് ആയി ക്ലാസ്സൊക്കെ തലാക്കിടൊടുത്തു പിന്നെ അവൾ അപ്പുറത്തെ മുഖത്ത് മഷരിക്ക് മുഖയിട്ടും ഓണം മക്കരിപ്പ് മുഖയിട്ട് ജാവ് കുറങ്ങത്തു പരസ്പരം മുസുണ്ട് നോക്കില്ലേ പരസ്പരം പിന്നെ മരിച്ച ഉത്തര പോലെ ബിസിയെ ചെറിയ എന്തിരെ ചായത്തേക്ക് പന്തര കുറുടി ആയിട്ട് ഉത്തര തുടങ്ങിയ സമസ്യ തലാഖ് പോയിട്ട് എത്ര പിന്നെ അത് ബിസിന്ദ്രേ തുടങ്ങിയ ഉപ്പ് കൊറടിയായിട്ട് കറിക്ക് അവിടെ തുടങ്ങിയത് പിന്നെ എത്തുമ്പോൾ അവിടെ അബ്ബടെ പറയുക തുടങ്ങി അവൾ ഓണ്ട അബ്ബക്ക് പറയുക തുടങ്ങിയ പരസ്പരം അബ്ബക്കും ഉമ്മക്കും പറയുക തുടങ്ങി തമ്പത് ഓണ് പൂർത്തി അവൾ അബ്ബടെ ചരിത്രം എടുത്ത് ഇടക്ക് തുടങ്ങിയ അവളും നിങ്ങളപ്പ സുമാറാണ് നിങ്ങളാണ് അബ്ബ ഇങ്ങത്തോണം ചെന്ന് മാപ്പിളയുടെ അബ്ബടെ പറയുക തുടങ്ങിയ ഇത് പരസ്പരം രണ്ടാൾക്കും സൈക്കോക്കായില്ല പക്ഷേ അടിയും പിടിയും ആയിട്ട് അവൾ ഔത്തുകൊള്ളുണ്ട് ഔത്തുക്കും വിസേന്ദ്രേ ഒരു ചമച്ച ഉപ്പിടെ വിസ ഒരു ചമച്ച ഉപ്പിടെ വിസയ ഇത് യക്ഷണംസ കുടുംബത്തിലെ കലഹം ഉണ്ട് അവിടെ ചെറിയതിൽ തുടങ്ങണം പിന്നെ ആക്കിയത് പിടിച്ചത് തപ്പായിട്ട് കണ്ടു നിന്റെ ഉത്തര സ്വരത്തെ നിന്റെ പെഞ്ഞയെ കുറിച്ച് നേർച്ച വെച്ചിട്ട് ബന്ധമുള്ള അവളു അല്ലേ തെല്ല യജേഷമാണ് നിൽക്കുവാക്ക ഏറെക്കുറെ മനുഷ്യരിൽ പറഞ്ഞു നിൽക്കും അതാക്ക കുറെ മാപ്പിളന്മാരിൽ അങ്ങനെ മാപ്പിള ചെറിയൊരു ബിസ് എന്തെങ്കിലും ചെന്നാവണം എന്താ സ്ഥലത്തുകളിൽ പോയിട്ട് പറയുമ്പോൾ ടെൻഷനിലിക്കട്ട സന്ദർഭത്തിൽ എന്തോന്ന് ചെന്നു പോയാ പെഞ്ഞ് ഇത് കണ്ടിരിക്കില്ല തുടങ്ങിയാലോ പൊട്ടിത്തിരിക്കും ജാൻസീറാണിട്ട് പോലെ തുള്ളത് തുടങ്ങിയാലോ എന്റെ തെളിവായി പറ്റി തെച്ചങ്ങ് കയറിയ നാള് ഒരു മാപ്പിളെ പെഞ്ഞല്ലപ്പ ഈ ബൈക്കിൽ പോണ്ട സന്ദർഭത്തിൽ ഒരു ടയർ പഞ്ചറായി ചെന്നിട്ട് ബൈക്കിൽ പോയിട്ട് കണിക്കെട്ടി എറിഞ്ഞ് പണ്ടേ മാറേക്കും അങ്ങനെ കിടറ ഇത് ഞങ്ങളെ വിസ അല്ല അങ്ങനെ ബൈക്കിൽ പോണ്ടേ ഒരു ടയർ പഞ്ചറായിട്ട് ഇന്നിത് വിസ കണിക്കറിയുമ്പോ അല്ല പഞ്ചറായ ടയർ രസമാക്കടേ ഞങ്ങൾ അങ്ങനെ ആക്കടത് ബദൽക്ക് ബലിച്ചെരുക്കുന്ന പ്രയത്നം ആക്കടേ അപ്പോ നിക്കിയപ്പോ ദ്വേഷത്തിൽ നിന്നിട്ട് അറുസത്തെ കൺട്രോൾ ആക്കുക നിക്ക് ടെൻഷനെ കുറുടിയായി തീണ്ട കണക്ക് പടച്ചവനെ മക്കാക്കിടെ ചില്ലറ ബിസിയത്തിലായിട്ട് കിട ബാപ്പക ടെൻഷന് പെഞ്ഞിയാക്കിടെ ചില്ലറ ബിസിയത്തിൽ മാപ്പിളായ ടെൻഷന് ചില്ലറ പൊട്ടു ബിസിയത്തുകായിട്ട് കിട റിസ പറകു തുടങ്ങണത് ആരോ എന്തോ ഒന്ന് ചെന്നാച്ചതിനോടെ കോളർ പിടിക്കൊകു തുടങ്ങിയത് പള്ളിയുടെ ഭിത്തിൽ എന്തോറോ വിഷയത്തുക പളക്കായിട്ട് അറസത്തിൽ ഗലാട്ടാക്ക് അടിക്കുക തുടങ്ങിയ ഇണ്ട് എത്ര ജാങ്കള് പള്ളിയിൽ ഗലാട്ട റബ്ബേ പള്ളിയിൽ ജണ്ട് പാർട്ടി വിഷയ ഹൗല് കെട്ട സന്ദർഭത്തിൽ ടൈൽസിന്റെ കളറുടെ ഗലാട്ട തുടങ്ങിയത് ടൈൽസ് എടുക്കൊക്കെ പോയിടേ പ്രായത്തിൽ നടന്നത് ഹൗദര പണിയായിട്ടുണ്ട് അങ്ങനെ പള്ളിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ടൈൽസ് നോക്കൊക്കെ പോയി ഒരു 5-8 ഒരു 3-4 വർഷത്തെ മുന്നത്തെ കഥ
അങ്ങനെ പോയിട്ടാകുമ്പോൾ തന്നെ പേര് പള്ളിയുടെ പേരും ചൊല്ലാൻ ലൈവ് എന്നെതിൽ ചൊന്നെങ്കിൽ നക്കുന്ന ആളോടെ പോവും പോലേക്കല്ല. അങ്ങനെ ആ പ്രസിഡന്റും സെക്രട്ടറിയും ടൈൽസ് സെലക്ട് ആക്കോ ചോയ്സ് എടുക്കുവാനായിട്ട് സെലക്ട് ആക്കുക പോയത്. പ്രസിഡന്റിന് ഒരു കളർ പിടിച്ചിട്ട് സെക്രട്ടറിക്ക് ഇന്നൊരു കളർ പിടിച്ചിട്ട് അപ്പോ പ്രസിഡന്റ് ചെന്ന് ഇതേ ആവും, സെക്രട്ടറി ചെന്നാവില്ല ഇതേ ആവും. അങ്ങനെ അവിടെ കാലഘട്ടമല്ല, ഇത് വളക്കമായിട്ടാണ് പറഞ്ഞോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് തീരുമാനമാക്കിയിട്ട് പിന്നെ പറഞ്ഞു ജണ്ടാൾ ഓരോ ടൈൽസ് കൊടുത്ത് വിട്ടിറങ്ങാം. പ്രസിഡന്റിന് ഇഷ്ടപ്പെട്ട ടൈൽസ് ഒന്നും സെക്രട്ടറിക്ക് ഇഷ്ടപ്പെട്ട ടൈൽസ് ഒന്നും അങ്ങനെ ജണ്ടാൾ ടൈൽസ് കൊടുത്ത് നിങ്ങൾ പള്ളിയിൽ മീറ്റിംഗ് ആക്കിയിട്ട് തീരുമാനമാക്കിയിട്ട് നിങ്ങൾ ഏതാണ് ഞാൻ സെലക്ട് ആക്കിയിട്ട് പറയും പിന്നെ നിങ്ങൾ എത്തുപാട്ടാണ്. അങ്ങനെ പള്ളിയിൽ വന്നിട്ട് ജുമാ കഴിഞ്ഞ വർത്തക്ക് തുർത്ത് മീറ്റിംഗ് കൊണ്ട് എല്ലാവരും നിൽക്കണം. പള്ളിയുടെ ഹൗസ് ടൈൽസ് ഏതാവും ചെന്ന് സെലക്ട് ആക്കുകൊണ്ടുണ്ട്. അങ്ങനെ ടൈൽസ് ചെയ്തിൽ വെച്ചിട്ട് പ്രസിഡന്റ് അത് കാട്ടിയത് സെക്രട്ടറി ഇത് കാട്ടിയത് ഏതാവും. ആ കൊറിയാൾ മറിച്ചത് നല്ല ഉള്ള കളറുണ്ട്, പിന്നെ നല്ല ഉള്ള കളറുണ്ട്. ഒട്ടിക്ക് ഇന്നറ് ഒగ్గട്ടിൽ ഇന്നറ് അവിടെ രണ്ട് പാർട്ടി, ഒരു പാർട്ടി കറുത്ത ടൈൽസ് എടുത്ത് ഇന്നൊരു പാർട്ടി നീല ടൈൽസ് എടുത്ത് രണ്ട് പാർട്ടി തുടങ്ങിത്തടി അദ്ദേഹം അവണ് ചൊല്ലി ഇദ്ദേഹം ഓണ് ചൊല്ലി രണ്ട് പാർട്ടി അടിയും പിടി കുമ്പന്ന ടൈൽസിൽ അടിച്ചിട്ട് അടിപിടിയായിട്ട് ഹൗദർ പൊട്ടു വിസയ ഏ ടൈൽസ് തിണ്ണൊകൊണ്ട് അത് വാർത്ത കൊടുക്ക വന്നിട്ട് ഇതിനെ നക്കൊണ്ട ഏ ടൈൽസ് എങ്ങനെ റബ്ബേ ആരെങ്കിലും ഒരു ബുദ്ധി ഉണ്ടാവണം. ഏതെങ്കിലും മൂന്നാമത്തെ വേറെ കളർ കൊമ്പാള അല്ലെങ്കിൽ ഏതെങ്കിലും ഇടളപ്പ് ഏതെങ്കിലും സമാധാനം ആക്കണമെന്നില്ല. രണ്ട് പാർട്ടി ആയിട്ട് ടൈൽസിലെ വിസയ നീലി പാർട്ടി കറുത്ത പാർട്ടി. ഇതല്ലേ റായത്തിൽ നടക്കട്ടെ. എത്ര ജമാഅത്ത് പൊളിഞ്ഞിട്ട്, എത്ര ജമാഅത്ത് ബന്ധായിട്ട്, എത്ര ജമാഅത്തിൽ മാസഭ നടക്കാണ്ട് ഓഫീസർമാർ വഖഫ് ഓഫീസർ മറ്റൊരു ചില്ലര പൊട്ടു വിഷയത്തിൽ ചെറിയ വിഷയത്തിൽ റായത്തിൽ എലോണ് മൂത്തോണ്ട് തെച്ചിട്ട് തീരുമാനാക്കട ചെറിയ പൊടി വിഷയത്തിലായിട്ട് കിട് എവിടെയൊക്കെ പോയിട്ട് നയിച്ച കാസ് പൂർത്തിയും പോലീസും കൊടുത്തു, ലോയർക്കും കൊടുത്തുള്ളൂ, പിന്നെ ഓണക്കും ജഡ്ജിക്കും ലഞ്ച കൊടുത്തു, എല്ലാവർക്കും ലഞ്ച കൊടുത്തത് തീരില്ല. ആറ് പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ആയതിന്റെ പേരിൽ മെമ്പർ ആയതിന്റെ പേരിൽ റായത്തിൽ ഗലാട്ടയുടെ വിസ നയിച്ച പൈസ പൂർത്തിയും പോയിട്ട് പോലീസ് അങ്ങനെ വാട്ടി ഉണ്ടുള്ള ಬೇಡ ಇದು ಎಂದುಕೊಂಡು ಚೆಲ್ಲವಳ ನಕ್ಕೆಂದೆ ನಂಡಗದ ನನ್ನ ತಲಕ್ಕಿಡ್ರಲ್ಲ ಟೈಲ್ಸ್ ನಂಡೆ ಮುಸುಂಟುಗು ಮೆತ್ರಲ್ಲ ಟೈಲ್ಸ್ ಪಳ್ಳಿಡ ಹೌಲುಗು ಏದಂಗ ನಕ್ಕೆಂದೆ ನಕ್ಕು ಓದೋಡ್ಕಿಡ ಪಣಿಯುಳ್ಳೆ ಅವಳು ಓದೋಡ್ಕು ಮನಸ್ಸಿಲ್ಲ ಅವತ್ತು ಓದೋಡ್ತಾರೆ ಹೋಗ ಪಳ್ಳಿಗೆ ತಿಂತಲ್ಲಿ അതിൽ കലട്ടാക്കോണ അതിൽ സ്വാർത്ഥ വേണ അതായിട്ട് കടി ഇസ്ലാം പഠിപ്പാട്ടത് നിക്കയപ്പോ അറുസത്തെ കൺട്രോൾ ആക്കുക തീറാ അപ്പ നിന്റെ സമസ്യ കൊറടിയായിട്ട് മോണേ നിന്റെ ടെൻഷൻ കൊറടിയായിട്ട് മോണേ നിന്റെ ഔത്തുല് പെഞ്ഞയാക്കട സ്വറത്തിൽ എപ്പ അറുസ പറാട്ടെ നിന്റെ ശരീരത്തെ നിക്ക് കൺട്രോൾ ആക്കുക തീരടാ മക്കളെ വിഷയത്തിൽ നിൽക്കിയപ്പോൾ നിന്റെ സ്വന്തം ശരീരത്തെ കൺട്രോൾ ആക്കുക തീറ നിന്റെ ഇളങ്ങമുത്തങ്ങാക്കട വിഷയത്തിൽ എപ്പോ നിക്ക് നിന്റെ കൺട്രോൾ ആക്കുക തീറ എപ്പോ നിക്ക് അറുസ വന്നപ്പോ പടച്ച റബ്ബേ എന്തൊക്കെയാണ് അറുസ പറഞ്ഞു ചില്ലറ വിഷയല്ല ചെന്നിട്ട് എപ്പോ നിക്ക് സബുറെടുക്കുക തീറ മോണേ അപ്പോഴും നിന്റെ ടെൻഷൻ കുറുടിയായിട്ട് മോണേ അതേപോലെ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടത് നിന്റെ ടെൻഷൻ കുറുടി അവണ അതിസൂക്ഷ്മതയോടുകൂടെ ജീവന നടത്തലാമോണേ സൂക്ഷ്മത്തെ ഇന്ന ജീവന ನಾವು ಉಪಯೋಗ ಸಂದರ್ಭത്തിൽ ಜಾಗ್ರತೆಯಾಗಿ ಉಪಯೋಗಾಕ್ എങ്ങനെ വേണമെങ്കിലും പറുത്ത് പൂളിടോ ചെന്നിട്ട് അങ്ങനെ പറുത്ത് വിട്ടിട്ട് അങ്ങനെ കൊടയുള്ള ബസ്തല്ല നാവ് ചെല്ലത് ഒരേ പെണ്ണുങ്ങളെ നാവുണ്ട് ഈ പണ്ടല്ല ജാഗ അളന്നോട്ടിന്റെ യന്ത്രത്തില് പിന്നെ ലിങ്ക്സ് ചൈനിൽ അളന്നോട്ടിന്റെ ഇരുമ്പുടെ ചൈനിൽ ഇപ്പം അത് പോയിട്ട് മീറ്ററിൽ അടക്കൊക്കെ തുടങ്ങിയില്ല. ഇപ്പോൾ മീറ്ററിലായിട്ട് 435 സ്ക്വയർ ഫീറ്റ് നിൽക്കണമെങ്കിൽ 1 സെൻസ് 100 സെൻസ് ഇട്ടാകുമ്പോൾ 1 ഏക്കർ ജാഗ ചെന്നിട്ട് ഇപ്പോൾ മീറ്ററിൽ കണക്കാക്കട്ടെ. അങ്ങനെ ഇപ്പം 100 മീറ്റർ ഉದ್ದത്തെ ടേപ്പ് കൊമ്പണ്ടാണു റൗണ്ട് ಅದರ ಚೇನಪ್ಪೊಳ್ಳಲ್ಲ ಅದು ಈ ಜಾಗ ಅಳಕಡವನು അങ്ങനെ ಬಲ್ಚಣ പോയി ഒരു 3-4 സെക്കൻഡ് ഉൾക്കത്തിൽ 100 മീറ്റർ പറത്ത് പോയിത്തായിട്ട് അങ്ങനെ അളന്നിട്ടെല്ലാം ആയൽ പിന്നെ പാടത് റീൽഡ് ഉൾക്കത്തിൽ ഇടൊക്കെ പണിയത്തുണ്ട് ചുറ്റി തിരിച്ചിട്ട് അതിനെ ചിക്കെടുത്തിട്ട് അതിനെ ബല്ലെടുത്തിട്ട് കെട്ടുപോകുന്ന തരത്തിലുള്ള ചുറ്റി ഒരു 1/4 ಗಂಟೆ വേണം ആ 100 മീറ്റർ ഒന്ന് ചുറ്റിട്ട് ടൈപ്പിടെ ഉൾക്കത്തേക്ക് തള്ളണോട്ട് കണ്ടേ കുറെ പെണ്ണുങ്ങളെ നാവങ്ങനെ പറുത്ത് പൂന്തുണ്ടിക്കണം പോയോണ്ടിക്കടി എങ്ങനെ വേണമെങ്കിൽ ഉദ്ധപ്പെട്ട് പട്ട തിരിച്ചോണ്ട് പോണ്ടതാ നാവു പിന്നെ അത്ര ഉൾഗത്ത് കിട്ടണം പണി എത്ര ഉണ്ട് അത് പോകേണ്ട ഉൾഗത്ത് തള്ളിയിട്ട് വെച്ച് കൊടുത്തും ഉൾഗത്ത് പോകാല കുറെ പെണ്ണുങ്ങളെ നാവ് അങ്ങനെ കുട്ടർ പെണ്ണുങ്ങളെ വിഷയമല്ല ചെല്ലുന്നതാണ് ഈ നാവായിട്ട് കിട്ടും മനുഷ്യരുടെ സമസ്യ പളക്ക പറയുക തെറി ചെന്നിട്ട് എന്തെല്ലാം പളക്ക പറഞ്ഞു പോണ്ടല്ല നിന്റെ ബായിൽ നിന്നിട്ട് നിന്റെ പെഞ്ഞീരൊട്ടിക പളക്ക പറയുമ്പോൾ സൂക്ഷ്മത്തെ വേണോ ನಾನು ಪಳಕ ಪರಡೆ ಪಿಸೆಯ ಅವಳಿಗೆ ಇಷ್ಟವಾ ನನ್ನ ಪಳಕದಲ್ಲಿ ನಂಡಲಿ ಯಾರ ಪಿರಿಸ ಬರುವ ನನ್ನ ಪಳಕத்தை ಅವಳು ಕೇಕೋಗ ತಯಾರುಳ್ಳಳ
ഇതെല്ലാം ഒരു പെണ്ണുടെ മാനസിക സ്ഥിതിമതി തിരിഞ്ഞിട്ട് അവളെ സ്വഭാവ ശൈലി തിരിഞ്ഞിട്ട് അവളെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ ഇന്ന പളക്കാവണം മാപ്പിളുടെ ബായില് വേണ്ടത് പെണ്ണുടെ ബായില് വേണ്ടരാ മാപ്പിളുടെ കഷ്ടവും സുഖവും തിരിഞ്ഞിട്ട് മാപ്പിളുടെ പളക്കത്തും സ്വഭാവ ശൈലിയും തിരിഞ്ഞിട്ട് മാപ്പിളിൽ ഇങ്ങനെ പളക്ക പറഞ്ഞെങ്കിൽ അവിടോ ഇങ്ങനെ പളക്ക പറഞ്ഞെങ്കിൽ നടക്കില്ല ചെടുതെല്ലാം തിരിഞ്ഞിട്ട് അതിസൂക്ഷ്മതയോടുകൂടെ അവിടെ യൂസാക്കുക തുടങ്ങിയെങ്ക പിന്നെ ടെൻഷൻ ഇല്ല മോനെ. പള്ളിയിൽ പളക്ക പറയുമ്പോഴത്തേക്ക് സൂക്ഷ്മതയോടുകൂടെ പളക്ക പറഞ്ഞെങ്കിൽ മീറ്റിംഗുടെ സന്ദർഭത്തിൽ റെസ്പെക്ട് കൊടുത്തിട്ട് നല്ല രൂപത്തിൽ ജാഗ്രതയാക്കി പളക്ക പറഞ്ഞെങ്ക അങ്ങാടെ സൈഡിൽ പോയിട്ട് പളക്ക പറയുമ്പോഴത്തേക്ക് നിനക്ക് അകത്തി ഇന്ന പളക്ക മാത്രം പളക്ക പറഞ്ഞെങ്ക കുടുംബത്തിങ്ങളെ ബിസിയെ പളക്ക പറയുമ്പോഴത്തേക്ക് അകത്തി ഇന്ന ബിസി എത്ര മാത്രം പളക്ക പറഞ്ഞെങ്കിൽ നിനക്ക് പിന്നെ ടെൻഷൻ ഇല്ലടാ. ഇന്ത്യങ്ങറ മനുഷ്യക്ക് ബേജാറും ടെൻഷനും പേടിയും ഉറക്ക് പറാട്ടിക്കൊല്ല കാരണ അവന് ചെന്ന് ഓരോരോ പളക്കായിട്ടിക്കട് ആരുമോ എന്തോ ചെന്നറ ദുനിയാവിട പളക്കാൻ ആറിട് കുടുംബത്തിൽ പോയിട്ട് എന്തോ ഒരാളെ ചെന്നറ കുടുംബത്തെങ്ങ വണ്ടല അരസുള്ളള് ഇടീ ചെന്നറ നിന്റെ ഇങ്ങനെ ഇങ്ങനെ അവന് ചെന്നറ ചെന്നിട്ട് എല്ലാവർക്കും ബിസിയെ കിട്ടിട്ട് ജാവുകോണുക്ക് വറക്ക് ബണ്ടില്ല എല്ലാവർക്കും കുന്തായിട് ഞാൻ ചെന്ന ബിസിയെ ചെന്നിട്ട് എന്തുകൊണ്ടിട്ട് നീന് പളക്ക പറയുടെ സന്ദർഭത്തിൽ നിന്റെ നാവിടുന്നു ജാഗ്രതാക്കിയെങ്കിൽ സൂക്ഷ്മതയോടുകൂടെ അകത്തിന്റെ ബിസി എത്രമാത്ര പളക്ക പറഞ്ഞെങ്കിൽ പരസ്പര സ്നേഹവും പിരസപ്പാടുണ്ടാവിടെ ബിസി മാത്ര പളക്ക പറഞ്ഞെങ്കിൽ പിന്നെ ടെൻഷൻ ഇല്ലടാ മോണേ. നിക്കിയപ്പോ സൂക്ഷ്മതയോടെ പളക്ക പറയുക അവിടെ ചങ്ങായിമാർ ഫ്രണ്ട്സുമാർ വീട്ടിക പളക്ക പറയുമ്പോഴത്തേക്കും സൂക്ഷ്മതയോടുകൂടി എപ്പോ പളക്ക പറയുക അവിടെ അതിന് ആ സന്ദർഭത്തിൽ നിന്നിട്ട് ടെൻഷൻ ഇല്ലാണ്ട് ഈ പോണ്ടോ. പിന്നെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ടമാ നീന് തിന്നട ആഹാരം ഉണ്ടല്ലേ അത് ഹലാലായ ആഹാരമാച്ച് കൺഫമാക്കിയോ. നീന് തിന്നട ആഹാരത്തിൽ ഹറാമില്ല, നിന്റെ പെഞ്ഞിമക്കു തിന്നുപാട്ട ആഹാരത്തിൽ ഹറാമിയത്തില്ല, നിന്റെ ഉത്തുകുബണ്ട തിഥിമാർഗ് നീ തിന്നുപാട്ട ആഹാരത്തിൽ ഹറാമിയത്തില്ല, നിന്റെ കുടുംബത്തെങ്കും നിരക്കരടെങ്കും തിന്നുപാട്ട ആഹാരത്തിൽ ഹറാമിയത്തില്ല. റബ്ബേ പള്ളിക്ക് കൊടുക്കുട കാസിൽ ഹറാമിയത്തില്ല, പാവത്തവന്റെ സഹായാക്കട കാസിൽ ഹറാമിയത്തില്ല, കെട്ടിയ ഔത്തുൽ ഹറാമിയത്തില്ല, ഇഡ്ര ഡ്രസ്സിൽ ഹറാമിയത്തില്ല. റബ്ബേ ഇന്നതിൽ നിനക്ക് തൃപ്തി അല്ലാ. വട്ടിയുടെ കാസ് നന്റെ ഔത്തുക്ക് വന്നിട്ടില്ല റബ്ബേ. കെട്ടിടത്തിൽ നിസ്കരിക്കട പോലത്തെ പരിസ്ഥിതി നക്ക് വന്നിട്ടില്ല അല്ലാ. നിന്റെ ഔത്ര സ്വറത്തീരണോണ്ട് കണ്ടെങ്കിൽ എഞ്ചിനീയർ ചെന്നിട്ട് 45 ലക്ഷം വേണാവൂ, 5 ലാക്ക് യാറല്ലാണ്ട് കുറടിലാവില്ലാണ്ട് ചെന്ന നിന്റെ ഉള്ള 10 പൗണ്ട് 5 ലാക്ക് രൂപ മാത്രം ഉള്ളത്, ബാക്കി 45 ലാക്ക് രൂപ ആക്കുറോട്ട് കണ്ടെങ്കിൽ ഒന്നകക്കണാവോ, അതല്ലെങ്കിൽ ബഡ്ഡി കെടുക്കണാവോ, അല്ലെങ്കിൽ ബഡ്ഡിയുടെ വ്യവഹാരാക്കണാവോ, അല്ലെങ്കിൽ ആരുടെങ്കിൽ വഞ്ചനാക്കണാവോ, കടയെടുത്തെങ്കിൽ കൊടുക്കാൻ അടിക്കണാവോ, അല്ലെങ്കിൽ ആരത്തെങ്കിൽ വലിച്ചെടുക്കണാവോ, അല്ലെങ്കിൽ കളവ് ചെല്ലണാവോ. അങ്ങനെ പേരിച്ചിട്ട് നിന്റെ അത്യാസക്ക് വേണായിട്ട് പടച്ചറപ്പ് പൊരുത്തപ്പെടാത്ത ഹറാമായ രൂപത്തിൽ കാസാക്കിയിട്ട് ചന്ത തേക കിട്ടിയ ആയിരക്കണക്കാർ വിളിപ്പാട്ട് ഗമ്മത്തുണ്ടാക്കിയിട്ട് ഒക്കെ ഒക്കളാക്കിയ ആ ഔത്രൽഗത്തിലുള്ള മോനെ നീ നിസ്കരിക്കണത്, ആ ഔത്രല്ല ഖുർആൻ ഓതുന്നത്, ആ ഹറാമായ ബഡ്ഡി നിറഞ്ഞ ഔത്രൽഗത്തിലല്ല നീ റബ്ബിടൽ ദ്വാരക്കിടത്. റബ്ബ് എങ്ങനെ ഉത്തര തരുളാ, ആ ഔത്തിൽ എങ്ങനെ നെമ്മതിൽ കിടക്കലാ, പെഞ്ഞി മക്കളിലെ സന്തോഷത്തിൽ എങ്ങനെ തയ്ക്കലാം മോനെ. യച്ചിനും സാറുമാറ ഉത്തരബിസി അങ്ങനെ പെണ്ണുങ്ങളെ കഴുത്തിൽ നിന്ന മാലമാ, കാതിൽ നിന്ന് ബിണ്ട, അതേപോലെ അലിക്കത്ത, കയ്യിൽ നിന്ന് മോതിരമാ, കാലിൽ നിന്ന് ചൈന, നടുക്കു കെട്ടിടുന്ന അരഞ്ഞാണമാ. ഇതെല്ലാം ഫൈനാൻസിലെ കാസ് കൊമ്പന്നത്, ബഡ്ഡിയെടുത്ത് കാസ് കൊമ്പന്നത്, ഇത് കൊമ്പിട്ട് കൊടുത്തിട്ട് എഴുതിയെടുത്തത്. ആ ഹറാമായ ആഭരണ ഇട്ടിട്ടായിട്ട് കിട അവളല്ലാഹുടൽ ദ്വാരക്കിടത്, ആ ആഭരണ ഇട്ടിട്ടായിട്ട് ഹറാമായ ആഭരണ ഇട്ടിട്ടായിട്ട് കിട അവളല്ലാഹു സുജൂദിട്ടത്. എങ്ങനെ പടച്ചറബ് തൃപ്തിപ്പെടുമോണേ. ഇന്നതിൽ നിങ്ങൾ തൃപ്തിപ്പെട്ട പോലത്തെ സ്വഭാവം നിങ്ങൾക്കില്ല. അല്ലാഹ് തന്നത് മൈ അൽഹംദുലില്ലാ, അങ്ങനത്തെ വിഷയമേ നിങ്ങൾക്കില്ല റബ്ബേ. ആ
ಆಡಂಬರ ಮಾತ್ರ ನಾಳ ಕಲ್ಬಿಡುಲ್ಗದಿಲ್ ತೆಚ್ಚಿರ ಅವನಾಕಿದ ಬೋಲ ನಕ್ಕಾವಣೋ ಬಿಸಿ ಎತ್ರಮೇ ಅವನ ಕಾಣ ಯಾರ ನಾಣಾಕಣೋ ಬಿಸಿ ಎತ್ರಮೇ ಇಂಡ ಮನುಷ್ಯಗ್ ഒരു ജാഗ്യം തബ്ബടത് ജാഗ്യല ഓതിയായിട്ട് വലിയ മോണുകു തറവാട് ജാഗ്യ ഉണക്കു ഓಡ್ರೆ പണ്ടത്തെ ആക അത് വലിയ മോണുകു ചെറിയ മോണുകു അതിൽ ഓതിര പൈസ അവനെന്താക്കിയ ചന്തത്തെ 3 ബെഡ്റൂമിന്റെ ചന്തത്തെ നല്ലൊരു അക കെട്ടിയ ചെറിയ ഓണു ഇളവണു കെട്ടിട്ടാകുമ്പോഴത്തേക്ക് അങ്ങളെ ഗത്തെ വേറെ അവന്റെ പെഞ്ഞ മക്കളെ എൻ്റെ മൂത്തങ്ങളെ നോക്കുമ്പോഴത്തേക്ക് അങ്ങ് ഒരു താസാറ മനോഭാവ അങ്ങ് ഗത്തിയില്ലാത്തങ്ങ പണ്ടത്തെ ജോബടിപ്പെട്ട ഓട്ര ഉത്തിലുള്ളറ് 6 ഏലോണ്ടെ പെഞ്ഞയ്ക്ക് വിലകത്ത് ഏലോണ്ടെ പെണ്ണുമക്കൾക്ക് വിലകത്ത് അവിടെ മത്തിക്കൊമ്പന്നെങ്ങ അയിലക്കൊമ്പന്നെങ്ങ ഉപ്പകറിക്കൊമ്പന്നെങ്ങ ബേക്കറിക്കൊമ്പന്നെങ്ങ മൂത്തോണ്ടത്ത് കൊടുത്തു കടത്തരെ അങ്ങ് ഭാഗത്തെ അങ്ങ് ഗത്തിയില്ലാത്തങ്ങ പഴയ ഉത്തിലുള്ള ചെന്നിട്ട് കൊടുത്തു ഇങ്ങ കൊടുത്തിട്ട് വലിയ ആളവിടെ എന്ത് ഞങ്ങൾ ഇന്നെങ്ങ അങ്ങ് എന്തും ഇല്ലാത്തങ്ങ അങ്ങനെ പാവത്തങ്ങളെ പോലെ ഇങ്ങ വലിയ കത്തി എപ്പോൾ നോക്കും ഇതിങ്ങ വലിയ ആളോട്ടെ കറിയാക്കി കൊടുക്കൂടെ ചോറ് കഞ്ഞാക്കും അതും ഒടുക്കു കൊടുക്കൂടെ കോഴി ഫ്രൈ ആക്കി അതും മേലിൻ്റെ ഔത്തുക്ക് കൊടുത്ത് കടത്തേ മൂത്തോണ്ട് മൂത്തപ്പട ഔത്തുക്കു അതേപോലെ മച്ചനോട് ഔത്തുക്ക് കൊടുത്ത് കടത്തേ എന്തൊക്കെ അങ്ങ് ഗത്തിയില്ലാത്തങ്ങ പാവത്തങ്ങ നങ്ങെന്തെങ്കിലും കുരട്ടില്ല ചെന്ന് ഉഷാറത്തന കാട്ടൊക്കെ വേണ്ടിട്ട് ഒരു അഹങ്കാർ കുറേ റായത്തിലുണ്ട് ഇതങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോ മൂത്തോണ്ട ഔത്തര് പിത്തൽക്ക് വലിയ JCB വന്നൊരു കട സൗണ്ട് കേൾക്കും തുടങ്ങി അപ്പോൾ ഇളവൻ്റെ പെഞ്ഞ മക്കൾ നിൽക്കി നോക്കി ഇതെന്തരപ്പോ JCB നോക്കുമ്പോൾ പഴയ ഉത്തര ഓടിക്കിടേ അവൾ വന്ന് കേട്ടല്ലോ ബാബി എന്തിനാ ബിസിയാ ഇല്ലടി ഇത് അകല്ല ഓടിച്ചിട്ടൊന്ന് പുതിയ അക കെട്ടടി ഇതെല്ലാം മഴക്കാലത്തുള്ള ദൈക്കൊക്കാവില്ല പഴയതെല്ലാം ഒതെല്ലാം പിടിച്ചിട്ട് ബൂളകായിട്ട് നാലേക്ക് വന്നിട്ടൊരു പുതിയ അക കെട്ടിട്ടുണ്ട് ഒക്കെ പുതിയത് കെട്ടാൻ പറ്റും അവളെ മുഖ ഇത് ഇത്രയ്ക്ക് ശരിയായിട്ട് ഉണങ്ങിയിട്ട് പുതിയ അക കെട്ടറ ഉള്ളാണ്ട് ബിസി എത്ര ഓളിൽ കാസും കേട്ടിട്ടില്ല ഓളെ മാപ്പടയിലെ കടവും കേട്ടിട്ടില്ല എന്തും കേട്ടിട്ടില്ല ഓൾക്ക് തല വെച്ച തുടങ്ങിത്ത് ഇലവുണ്ടെ പെഞ്ഞേക്ക് വല്ലാത്ത ടെൻഷൻ ഉറക്കുമ്പണ്ടില്ല എങ്ങത്താകായിട്ടിക്കോ ചെന്നിട്ട് അവിടെ ഓരോരോ കള്ള് കൊമ്പന്തിരി ബേക്കുമ്പോൾ തോളെ നെഞ്ഞിക്ക് വെച്ച പോലെ ആക്കട്ടല്ല അവൾക്ക് പിന്നെ അപ്പുറത്തേക്ക് പണിക്ക് പണ്ടെങ്കിൽ വന്നെങ്കിൽ തണ്ണി വേണം കുടിക്കുമ്പോൾ തണ്ണി വേണമെങ്കിൽ അവിടെ പോയിട്ട് കുടിച്ച് പറൂ നിങ്ങൾ അവിടേക്ക് പണിക്ക് വന്നിരല്ലേ ഞങ്ങളൊത്തുക്ക് വന്നിരല്ലേ തണ്ണി സമയത്തോട്ട് കൊടുക്കില്ല എന്ത് കരസണ്ട അവൾ ഗുങ്ങുന്നില്ല ഇത് ഈ കുറെ ഇങ്ങനെ നോക്കിയിട്ട് കുറെ ഈ കാറെല്ലാം പോകുമ്പോഴത്തേക്കില്ലേ കുറെ നായോട് പാട്ട് കുരച്ചിട്ട് അല്ലേ കാറ് പോകുമ്പോഴത്തേക്ക് പിറകുള്ള 2-3 നായി കുരച്ചിട്ട് ഓടുപാട്ടിട്ട് കൊണ്ട് സമയം നിപ്പാട്ടത്തിന് കാരണം കാറിനെ എത്തിന്നോട്ട് പേരിക്കണം അത്ര അർസത്തിൽ കിടാ നായി ഇങ്ങനെ ബ്രേക്ക് ഇട്ട് നോക്കുവാ അത് അതിരാൾക്ക് തിരിഞ്ഞിട്ട് പോണ്ട് മൂസിട്ട് സമയത്ത് കാറിനെ നോക്കില്ല ಅದಕ್ಕೆ ಗೊಂತಿಲ್ಲ ನಾನು ಎಂದಿಗಿದ್ರು ಓಡುಪಾಟುಂಟು ಅದಕ್ಕೆ ಗೊಂತಿಲ್ಲ ബൈക്ക് പോകുമ്പോഴത്തേക്ക് റോഡ് സൈഡിൽ നിന്ന് നായി ഓടുപാട്ട് കുരച്ചോണ്ട് ഓട്ടത്തിൽ ഇടി മുളുങ്ങിട്ട് ആയിത്തിരി പേടിച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കൽ പോയിട്ട് കാണിക്കുന്നൊരു ചത്ര അങ്ങനെ ഓടുപാട്ടിരുന്ന നീ ഒന്ന് ബ്രേക്ക് ഇട്ടിട്ടൊന്ന് നിപ്പാട്ടി നോക്കോളൂ അതിര് നായി നിന്റെ പരിസരത്തേക്ക് സമയത്ത് പറയാണ്ട് അതിരാൾക്ക് മൂസിട്ട് സമയത്ത് നോക്കണം അതിരാൾക്ക് കൊണ്ടു അത് എന്തൊക്കെ വന്നിട്ടുണ്ട് ಅದಕ್ಕೆ ಗೊಂತಿಲ್ಲ ನಾನು എന്തൊക്കെ കൊണ്ട് ഓടുപാട്ടുണ്ട് ಅದಕ್ಕೆ ಗೊಂತಿಲ್ಲ അപ്പോ ഇതെല്ലാം നാ ചെന്നോണ്ടുള്ളത് ഈ നരക്കരുടെ പെണ്ണുങ്ങളെ നെഞ്ഞുക കല്ല് വെച്ചതുപോലെ ടെൻഷൻ തുടങ്ങിയിട്ട് അങ്ങനെ ഞങ്ങളെ മാപ്പ് നോക്കട സന്ദർഭം ഇപ്പോൾ വാട്സപ്പിലും മാപ്പ് ബന്ധങ്ങളെ സ്കെച്ചും പ്ലാനും ബന്ധ് ആറ് മൂത്തവന്റെ ഔത്തരത് നോക്കുമ്പോൾ കീഴ് ബെഡ്റൂമും ജണ്ട് മേളും 3 ബെഡ്റൂമും അറ്റാച്ച് ബാത്റൂമും ജഗ പോക ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് കീഴിന്റെ വേണ്ടത് ഓളേക്ക് പിറ്റാണ്ട് ചോക്ക് നോക്കുമ്പോൾ ആംബുലൻസ് സൈറൻ ഇട്ട് വന്നുകൊണ്ടുണ്ട് അപ്പുറത്തേക്ക് എന്തൊരു ആംബുലൻസ് വന്നിട്ട് അവൾക്ക് നെഞ്ഞ നമ്പളവളാണ്ട് ഏലോണ്ടെ പെഞ്ഞേക്ക് ഇതെന്തിനാ ഈ ടെൻഷൻ യാരുടെ സൈക്കോ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അവൾക്ക് ഓളിലെല്ലാം കട സമയത്ത് കേട്ടിട്ടില്ല ഓൾ എന്ത് തണ്ണി സമയത്ത് അങ്ങ് കേട്ടിട്ടില്ല അവണ് നയിച്ചിട്ട് ഇന്ന പൈസ എല്ലാം ജാഗ്രത ആക്കി എടുത്ത് ഉപയോഗിച്ചിട്ട് മക്കളെ നയിച്ചിട്ട് ഒരാൾക്ക് കെട്ടൊക്കെ പുറത്തായിട്ട് അത് ഓൾക്ക് സൈക്കോക്കാവില്ല പിന്നെ മുന്നുള്ള കരിയും പോയിട്ടുണ്ട് ചോറും പോയിട്ടുണ്ട് ഇപ്പൊ തണ്ണി സമയത്ത് അവിടേക്ക് പോകണ്ടില്ല ഞങ്ങളെ കണ്ടറകാവില്ല അക വക്കള്ളണ്ട് പോയിട്ടേ ഇല്ല അവിടെ എന്നും കലാട്ടായിടാ എന്തോ ആയിട്ടില്ല വലിച്ചെടുത്തത് എന്തും ആക്കിയിട്ടില്ലേ നിങ്ങളെ കാണാൻ വലിയ അങ്ങ് കെട്ടിയത് അത് മാത്രം അങ്ങാക്കിയ തപ്പു ഇങ്ങനത്തെ ഒരു നഞ്ച് നിറക്ക കൂട്ടങ്ങളെ ബിസല്ല ചെല്ലട്ടെ ഇലവന്റെ പെഞ്ഞയുടെ കാലത്ത് നോക്കിയിട്ട് കാലത്തെ കീഴ്ത്തോള തലയുടെ കാളത്തോള സ്കാനിങ്ങും എക്സ്റേയും ECGയും CT സ്കാനും എല്ലാം എടുത്തോ വേണ്ട ഔത്തും വന്നിട്ട് ഓളെ ബംഗാറെ കാപ്പാട്ടം എടുത്ത് നോക്കൂടെ ഓളിൽ ഇതിലെ കണത്തിൽ യാറുണ്ടാണ്ട് എത്രയാറെന്നെ നിക്കണ്ടടി നിന്റെതല്ലല്ല കട്ടകൊമ്പയിടല്ലേ എത്ര വേണമെങ്കിൽ ആറിക്കട്ടെ അൽഹംദുലില്ലാണ്ട് ചൊല്ലു നീണ് ഇത് മനുഷ്യക്ക് വെറുതെ കൊണ്ടാവിടെ നഞ്ച് ഒരു കാര്യം അതിലില്ല ഈ നഞ്ചി നിരക്കത്ത് ടെൻഷൻ തുടങ്ങിട്ട് ഉറക്കില്ല ചാവുകൂ ഊണ് വേണ്ട ടെൻഷനും വേണ്ട പിന്നെ മാപ്പിളടും ഗലാട്ട അടിപിടി മക്കളിലും ഗലാട്ട അടിപിടി എല്ലാവരും ഇഷ്ടം അവിടെ ആർക്കും വേണ്ടാത്ത രൂപത്തിൽ എന്തേ ബിസി അപ്പുറത്തെ ഉത്തരങ്ങൾ നല്ല ഇടാറുണ്ട് അത്രേ അതുകൊണ്ടിട്ട് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടത് സൂക്ഷ്മത്തിൽ നിക്ക് ജീവന നടത്തുകാവൂടാ നീന തിന്നട ആഹാരത്തിൽ ഹറാമ്യത്തില്ല ചെന്ന് കൺഫമാക്കിയോ നീണ തിരുസത്ത മുസ്ലിമേ നീന നിന്റെ പെഞ്ഞിമക്ക് ആഹാരത്തിന് പാട്ടല്ലേ
നിന്റെ പെഞ്ഞൈമക്കൊക്കെ നല്ല ഡ്രസ്സ് കൊമ്പന്ന് കൊടുക്കൂടല്ലേ. ധൈര്യത്തിൽ ചെല്ലുക എത്ര ആളുകൾ തീരു റബ്ബേ. നിന്റെ പെഞ്ഞൈ മക്കളെ ഭയത്തേക്ക് ഒരു കണ്ട സമയത്ത് ഹറാമിതെന്നാണ് തെരിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അല്ലാ, പള്ളിയിൽ പോയിട്ട് സുജൂദിട്ട് റബ്ബേ നൂറോടിയുണ്ട് ഹറാമി എത്ര ഭക്ഷണ. പള്ളി സുജൂദിട്ട് ഹറാമായ ആഹാരത്തിൻ്റെ ഇട്ടായിട്ട് പള്ളിക പോണ്ടത്. പള്ളിയുടെ വ്യവഹാരാക്കണോ. നമ്പർ 1 ബഡ്ഡിയുടെ വ്യവഹാരാക്കടവണോ. കുറെ റായത്തിൽ കാണ്ട് റബ്ബെ ബേജാറാക്കിരണ്ട ചെല്ലതില്. പള്ളിയുടെ പ്രസിഡന്റ് റായത്തിൽ നമ്പർ 1 ബഡ്ഡിക്ക് പൈസ കൊടുക്കടവണോ. സെക്രട്ടറി ഉണ്ട് കണ്ടെങ്കിൽ ചീട്ട് കളിക്കടവണോ. ഇങ്ങ റായത്തിൽ അല്ലാഹു ഇബാദത്തിൽ കൂടെ നല്ല ഉള്ളവരിങ്ങളെ ചവിട്ടി പയിച്ചിട്ടായിട്ട് കിടവണ കമ്മിറ്റിക്ക് പറ്റിയത്. റായത്തെ കുറെ ബാലക്കാരെ സപ്പോർട്ടിലായിട്ട് കമ്മിറ്റിയാക്കിയത്. റായത്തിൽ 3rd ക്ലാസ് ആളുമാർ കമ്മിറ്റിക്ക് പത്ര പോലത്തെ കാള. പടച്ചവനെ, ഞങ്ങളെ റായത്ത് ഇസ്സത്തോടു കൂടെ ജീവൻ നടത്തൽ പോലത്തെ ആളുമാർ ദക്ഷിണ കന്നഡ ജില്ലയുടെ എച്ചിനം സറായത്തെ പള്ളിയുടെ നേതാക്കന്മാർ അല്ലാഹു അൻക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണോ അല്ലാഹ്.